ഹലോ ഫ്രണ്ട്സ്, വിർച്വൽ സ്പേസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നോക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ MTS4 B04 എന്ന് പറയുന്ന പേപ്പറാണ്, കോർ പേപ്പറാണ്. 4th സെമസ്റ്ററിൻ്റെ പേപ്പറാണ്, BSc മാത്തമാറ്റിക്സുകാരുടെ. അപ്പോൾ ഇത് 2019 അഡ്മിഷൻകാരുടെ പേപ്പറാണ്. ഈ ഒരു MTS4 B04 എന്ന് പറയുന്ന ലീനിയർ ഓൾജിബ്ര എന്ന് പറയുന്ന പേപ്പർ. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് മൊഡ്യൂൾ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ തിയറം 1.2 വരെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ഇനി അത് മുതൽ ബാക്കി അങ്ങോട്ടുള്ള കാര്യങ്ങൾ, അതായത് ഫസ്റ്റ് മൊഡ്യൂൾ, അത് ആകെ 4 മൊഡ്യൂൾസാണുള്ളത്. 4 വളരെ ഈസി ആയിട്ടുള്ള മൊഡ്യൂൾസാണ്, ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല. ബേസിക് ആയിട്ടുള്ള അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ, സബ്സ്ട്രാക്ഷൻ, ഇത്രയും സിമ്പിളായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ചെയ്തു പോകുന്ന ഒരു ചാപ്റ്ററാണ്. പിന്നെ പ്രൂഫുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്താണ് കാണാതെ പഠിച്ചാൽ മതി. അപ്പോൾ ഇനി നമുക്ക് തിയറം 1.2 വരെ പറഞ്ഞതാണ്. ഇനി തിയറം 1.3. ഇപ്പോൾ 1.3 എന്ന് പറയുന്ന തിയറം വരുന്നത് ലെറ്റ് എ മാട്രിക്സ് എ എന്ന് പറയുന്ന ഒരു മാട്രിക്സ് ഉണ്ട്. എന്താണ്? ഒരു n² മാട്രിക്സ് ആണ്. ദെൻ നമുക്ക് എന്താണ് എ എന്ന് പറയുന്ന ഒരു n² മാട്രിക്സ് ഉണ്ട്. ദെൻ ബി എന്ന് പറയുന്ന മാട്രിക്സ് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ്? എ എന്ന് പറയുന്ന മാട്രിക്സിൽ എന്താണ് ഏതെങ്കിലും ഒരു റോനെ, അതല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കോളത്തിനെ കെ എന്ന് പറയുന്ന ഒരു സ്കെയിലാർ വാല്യൂ കൊണ്ട് എന്താണ് മൾട്ടിപ്ലൈ ചെയ്തതാണ്. അതായത് നമുക്ക് എ എന്ന് പറയുന്ന ഒരു മാട്രിക്സ് എക്സാമ്പിൾ വെച്ച് നമുക്ക് കാണിക്കാം. അതായത് എ എന്ന് പറയുന്ന ഒരു മാട്രിക്സ്, ഞാൻ ഒരു 2x2 മാട്രിക്സ് എടുക്കുകയാണ്, അത് ഒരു n² മാട്രിക്സ്. അപ്പോൾ എന്താണ്, ഇതാണ് ഞാൻ എടുത്തിട്ടുള്ള എന്ന് പറയുന്ന മാട്രിക്സ്. ഇനി എനിക്ക് ഞാൻ ബി ഒബ്റ്റെയിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ബി എന്ന് പറയുന്ന മാട്രിക്സ് എങ്ങനെ കിട്ടുന്നത്? ഒന്നെങ്കിൽ ഒരു കോളം, അതായത് ഞാൻ ഫസ്റ്റ് കോളം, ഇതാണ് നമ്മുടെ ഫസ്റ്റ് കോളം, അതിനെന്താണ് കെ എന്ന് പറയുന്ന ഒരു ഏതെങ്കിലും ഒരു സ്കെയിലർ വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ളതാണ് എൻ്റെ ബി എന്ന് പറയുന്ന മാട്രിക്സ്. സോ ബി ഈസ് ഈക്വൽ ടു, നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, കെ ഇൻറ്റു എ, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് K0 0 1. ഇതാണ് എൻ്റെ ബി എന്ന് പറയുന്ന മാട്രിക്സ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീരം പറയുന്നത് എങ്ങനെയാണ്? ഡിറ്റർമിനൻറ്റ് ഓഫ് ബി ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു ഡിറ്റർമിനൻറ്റ് ഓഫ് എ എന്നാണ്. ഇത് നമുക്ക് +2 പഠിക്കാനുണ്ടായിരുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ അടുത്ത ഇതിനകത്ത് ഒരു 3 സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. ഇതെല്ലാം നമുക്ക് എന്താണ് +2 ഉണ്ടായിരുന്ന കാര്യങ്ങളാണ്. ഇത് വെച്ച് നമ്മളെന്താണ് ഒരുപാട് ഓപ്പറേഷൻസ്, അതായത് എലമെൻ്ററി ഓപ്പറേഷൻസ് ഒക്കെ ചെയ്തതാണ് ആ ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിനകത്ത്. അപ്പോൾ അത്ര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. ഒരു മാട്രിക്സ് ഉണ്ട്, അപ്പോൾ വേറൊരു മാട്രിക്സ് ബി ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബി എന്ന് പറയുന്ന മാട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ്, ഇപ്പോൾ ബി എന്ന് പറയുന്നത് എങ്ങനെയാണ് എ എന്ന് പറയുന്ന ഒരു മാട്രിക്സിൽ ഏതെങ്കിലും ഒരു റോ, അതല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കോളത്തിൻ്റെ സ്കെയിലാർ മൾട്ടിപ്പിൾ ആണ്. അതായത് എ എന്ന് പറയുന്ന മാട്രിക്സിൻ്റെ സ്കെയിലർ മൾട്ടിപ്പിൾ ആണ് ബി എന്ന് പറയുന്ന മാട്രിക്സിലെ ഏതെങ്കിലും ഒരു റോ എന്നുണ്ടെങ്കിൽ എന്താണ് നമുക്ക് പറയാം, ബിയുടെ ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് എയുടെ ഡിറ്റർമിനൻറ്റിൻ്റെ സ്കെയിലർ ടൈംസ് ആയിരിക്കും. അല്ലെങ്കിൽ ഏതൊരു വാല്യൂ ആണെന്നുണ്ടെങ്കിൽ അത്രയും ടൈംസ് ഡിറ്റർമിനൻ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ എന്താണ് ഡിറ്റർമിനൻ്റ് ഓഫ് എ എന്ന് പറയുന്നത് എങ്ങനെയാണ്? 1 ആണ് ഡിറ്റർമിനൻ്റ് ഓഫ് എ എന്ന് പറയുന്നത്. ഡിറ്റർമിനൻ്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു 1 ആണ്. ദെൻ ഡിറ്റർമിനൻ്റ് ഓഫ് ബി എന്ന് പറയുന്നത് എന്താണ്? കെ ആണ് വരുന്നത്. ഡിറ്റർമിനൻ്റ് ഓഫ് ബി ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് ഓഫ് ബി എന്താണ്? കെ ആണ്. സോ നമുക്ക് എന്താണ് ഇതിനെങ്ങനെ എഴുതാം? ഡിറ്റർമിനൻ്റ് ഓഫ് ബി ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് എ എന്ന് എഴുതാം. അപ്പോൾ ഇത് ഞാൻ എന്താ ചെയ്തിട്ടുള്ളത്? ഫസ്റ്റ് കോളം വെച്ചാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഒരു ഐഡൻറ്റിറ്റി മാട്രിക്സ് ആണ് എടുത്തിട്ടുള്ളത്. വേറെ മാട്രിക്സ് എടുത്തിട്ട് ചെയ്ത് നോക്കാം. ഇനി അടുത്ത് പറയുന്നത് എന്താണ്? ഇഫ് ബി ഈസ് എ മാട്രിക്സ് ദാറ്റ് റിസൾട്ട് വെൻ 2 rows ഓർ 2 columns ഓഫ് എ ഇൻ്റർചേഞ്ച്ഡ് ദെൻ. അതായത് ബി എന്ന് പറയുന്ന മാട്രിക്സ് ഒബ്റ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ്? എ എന്ന് പറയുന്നത് എന്താണ്? എ എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? ഒരു n² മാട്രിക്സ് ആണ്. ഞാൻ ഒരു 2x2 മാട്രിക്സ് എടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ബി എന്ന് പറയുന്ന മാട്രിക്സ് എങ്ങനെയാണ്? ഇതിൽ ഏതെങ്കിലും 2 റോ അല്ലെങ്കിൽ 2 കോളം ഇൻ്റർചേഞ്ച് ചെയ്ത് കിട്ടുന്നതാണ്. ഇപ്പോൾ ഇവിടെ 2 കോളം റോയും ഇൻ്റർചേഞ്ച് ചെയ്താൽ നമുക്ക് എന്തെന്ന് വരും? 0 1 1 0 എന്ന് വരും. സോ ഇപ്പോൾ ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതിൻ്റെ നെഗറ്റീവ് വാല്യൂ, അതായത് ഡിറ്റർമിനൻ്റ് ഓഫ് ബി ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് ഡിറ്റർമിനൻ്റ് ഓഫ് എ ആയിരിക്കും. അത്രേ ഉള്ളൂ. അതായത് ഇപ്പോൾ എയുടെ ഡിറ്റർമിനൻ്റ് നമുക്ക് അറിയാം, ഓൾറെഡി 1 ആണ്. ഇപ്പോൾ ബിയുടെ ഡിറ്റർമിനൻ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താവും? 0 - 1 0 എന്ന് വരും. സോ ഡിറ്റർമിനൻ്റ് ഓഫ് ബി ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് കിട്ടും? -1 എന്ന് കിട്ടും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്താണ്? ഏതെങ്കിലും ഒരു മാട്രിക്സിൻ്റെ, ഏതെങ്കിലും ഒരു n² മാട്രിക്സിൻ്റെ, ഒരു സ്ക്വയർ മാട്രിക്സ് ആവണം, n² മാട്രിക്സിൻ്റെ എന്താണ് 2 റോ അല്ലാന്നുണ്ടെങ്കിൽ കോളംസ് ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇൻ്റർചേഞ്ച് ചെയ്തതിന് ശേഷം കിട്ടുന്ന മാട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നമുക്ക് ആദ്യം ഉണ്ടായിരുന്ന മാട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റിൻ്റെ നെഗറ്റീവ് ആയിരിക്കും. അത്രേ ഉള്ളൂ. ഇനി ഇതിനകത്ത് അടുത്ത സ്റ്റേറ്റ്മെൻറ്റ്, ഈ ഒരു തിയറത്തിലെ 3ാമത്തെ സ്റ്റേറ്റ്മെൻറ്റാണ്.
If B is a matrix that results when a multiple of one row of A is added to another, or when multiple of one column is added to another, then determinant of B equal to determinant of A. എന്താ പറയുന്നത്, ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരു മാട്രിക്സ് ഉണ്ട്, ഏതെങ്കിലും ഒരു മാട്രിക്സ്. ഞാൻ അഗെയിൻ എന്താണ് ഒരു 2 സ്ക്വയർ മാട്രിക്സ് എടുത്ത് ഒരു ഐഡൻറ്റി മാട്രിക്സ് എടുത്തു. ഇപ്പോൾ ഇതിൽ ബി എന്ന് പറയുന്നത് എങ്ങനെയാണ്, ബി ഒബ്റ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ് ഇരിക്കും, ഇതിനകത്ത് ഏതെങ്കിലും ഒരു റോ അതല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കോളത്തിൻ്റെ എന്തായിരിക്കും പ്രപ്പോർഷണൽ വാല്യൂസ്, അതല്ലാന്നുണ്ടെങ്കിൽ എന്തായിരിക്കും മൾട്ടിപ്പിൾസ് ആണ് നമുക്ക് എന്ത് കിട്ടുന്നത്. ബി എന്ന് പറയുന്ന ഒരു മാട്രിക്സിലെ റോ അല്ലാന്നുണ്ടെങ്കിൽ കോളം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായിരിക്കും ഇവരുടെ ഡിറ്റർമിനൻറ്റ് സെയിം ആയിരിക്കും എന്നാണ് പറയുന്നത്. ബി എന്ന് പറയുന്ന മാട്രിക്സ് ഒബ്റ്റെയിൻ ചെയ്യുന്നത് എങ്ങനെ ആയിരിക്കും, ഏതെങ്കിലും ഒരു റോൻ്റെ മൾട്ടിപ്പിൾ കൊണ്ട് എന്താണ് വേറൊരു റോയിൽ ആഡ് ചെയ്തിട്ടാണ് നമുക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇതാണ് എൻ്റെ എ എന്ന് പറയുന്ന മാട്രിക്സ്. അപ്പോൾ അതിനകത്ത് ഒരു റോ ഞാൻ അങ്ങനെ തന്നെ എഴുതി, മറ്റൊരു റോ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, ഈ ഒരു മാട്രിക്സിനെ ഇപ്പോൾ ഇതിൻ്റെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, നമുക്ക് 0, 2 എന്ന് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും, 0, 3 എന്ന് കിട്ടും. അപ്പോൾ ഇതിനകത്ത് ബി എന്ന് പറയുന്ന മാട്രിക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം, അപ്പോൾ 1, 0, 1, 0, 0, 1 + 2 എന്ന് എഴുതാം. സോറി, ഇതിങ്ങനെയല്ല. നമ്മളെന്താണ് ഇപ്പോൾ ബി ഒബ്റ്റെയിൻ ചെയ്യുന്നത് നമുക്കെന്താണ് എയിലെ ഒരു റോയിലെ ബിയിലുള്ള മീൻസ് ബി എന്ന് പറയുന്ന മാട്രിക്സ് ഒബ്റ്റെയിൻ ചെയ്യുക എങ്ങനെ ആയിരിക്കണം, എ എന്ന് പറയുന്ന മാട്രിക്സിൽ ഏതെങ്കിലും ഒരു റോ അതല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കോളത്തിനെ ഒരു സ്കെയിലർ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൾട്ടിപ്പിൾ കൊണ്ട് ആഡ് ചെയ്തിട്ടായിരിക്കണം. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ചൂസ് ചെയ്യുന്നത് എന്താണ്, ഞാൻ എൻ്റെ ഫസ്റ്റ് കോളം ചൂസ് ചെയ്തു. അപ്പോൾ ഒരു കോളം ഞാൻ അങ്ങനെ തന്നെ എഴുതി. സെക്കൻഡ് കോളം ഞാൻ എഴുതുന്നത് എങ്ങനെയാണ്, വേറൊരു കോളത്തിൻ്റെ മൾട്ടിപ്പിൾ ആഡ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ എങ്ങനെ വരും, നമുക്ക് 2, 0 എന്ന് എടുക്കാം. ഈ 2, 0 പ്ലസ് എന്താണ് 0, 1. അപ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും, 2, 1 എന്ന് കിട്ടും. ഇവിടെ 2, 1 എന്ന് വരും. സോ ഇനിയിപ്പോൾ ഇത് ഇവരുടെ ഡിറ്റർമിനൻറ്റ് സെയിം ആയിരിക്കും എന്നാണ് പറയുന്നത്. സോ ഇപ്പോൾ ഇവരുടെ ഡിറ്റർമിനൻറ്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്തെന്ന് കിട്ടും, അപ്പോൾ 1 - 0 × 2 എന്ത് വരും, 1 എന്ന് തന്നെ വരും. അപ്പോൾ ഡിറ്റർമിനൻറ്റ് ഓഫ് എ എന്ന് പറയുന്നത് 1 ആണ്. അതുപോലെ തന്നെ ഡിറ്റർമിനൻറ്റ് ഓഫ് ബി എന്ന് പറയുന്നതും 1 ആണ്. ഇനി ഇതിൽ നമുക്ക് പ്ലസ് ടുവിലൊരു പ്രൂഫ് വരുന്നത് ഇങ്ങനെയാണ്. ഇതിനെ 1 അതുപോലെ തന്നെ 1 ബി എന്ന് പറയുന്ന മാട്രിക്സിന് എങ്ങനെ 1, 0 അതുപോലെ തന്നെ 0, 1 പ്ലസ് എങ്ങനെ എഴുതാം 1, 0, 2, 1 ഇങ്ങനെ എഴുതാൻ പറ്റും. ഇവിടെ 0 വരുന്നില്ല. ഇവിടെ എന്താണ് ഈ ഒരു എലമെൻറ്റ് 2, 1 അല്ല 0 തന്നെയാണ്. ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആയിരിക്കും ഡിറ്റർമിനൻറ്റ്, അതായത് ഡിറ്റർമിനൻറ്റ് ഓഫ് ഈ ഒരു മാട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് പ്ലസ് ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് ആയിരിക്കും. ഇപ്പോൾ ഇവിടെ ഡിറ്റർമിനൻറ്റ് 1 ആണ് വരുന്നത്, ഇവിടെ എന്താ വരും 0 എന്ന് വരും. സോ ഇപ്പോഴും എന്താണ് ഡിറ്റർമിനൻറ്റ് സെയിം ആണ് വരുന്നത്. അപ്പോൾ ഇത് ഇത്രയും കാര്യങ്ങളൊക്കെ എന്താണ് പ്രൂഫ് അടക്കം പ്ലസ് ടുവിലെ ടെക്സ്റ്റിനകത്തുള്ള കാര്യങ്ങളാണ്. സോ ഇനി നമുക്ക് അടുത്ത തിയറം 1.4 നോക്കാം. സോ നമ്മുടെ തിയറം 1.4 വരുന്നത് എന്താണെന്ന് നോക്കാം നമുക്ക്. If A is a square matrix with 2 proportional row or 2 proportional columns, then determinant of A is equal to 0. ഇത് നമുക്ക് അറിയുന്ന കാര്യമാണ്. അതായത് എന്താണ് പ്രപ്പോർഷണൽ റോസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തായിരിക്കും ഡിറ്റർമിനൻറ്റ് 0 ആയിരിക്കും. അതായത് ഒരു മാട്രിക്സ് എന്താണ്, മാട്രിക്സ് ഓൾറെഡി അറിയാം നമുക്ക് എന്താണ് ഒരു വെക്റ്റർ റെപ്രസെൻറ്റേഷൻ, വെക്റ്റേഴ്സിൻ്റെ റെപ്രസെൻറ്റേഷൻ. അപ്പോൾ ഒരു റോ വേറൊരു റോന് പ്രപ്പോർഷണൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാവുന്നത് ഒരു വെക്റ്റർ എന്താണ് വേറൊരു വെക്റ്ററിന് പ്രപ്പോർഷണൽ, അതായത് 2 പ്രപ്പോർഷണൽ വെക്റ്റേഴ്സിനെയാണ് നമ്മളൊരു മാട്രിക്സിൽ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളതെന്ന്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് അവർ പ്രപ്പോർഷണൽ 2 ലൈൻസ് പ്രപ്പോർഷണൽ ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അതിന് ഡിറ്റർമിനൻറ്റ് 0 ആയിരിക്കും. എക്സാമ്പിൾ വെച്ച് നോക്കാം. അതായത് എ എന്ന് പറയുന്നത് എന്താണ് ഒരു n സ്ക്വയർ മാട്രിക്സ് ആണ്. ദെൻ ഇപ്പോൾ അതിൽ ഒരു റോ എന്ന് പറയുന്നത് എന്താണ് വേറൊരു റോന് പ്രപ്പോർഷണലാണ് അല്ലെങ്കിൽ കോളത്തിൻ്റെ പ്രപ്പോർഷണലാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡിറ്റർമിനൻറ്റ് എന്തായിരിക്കും 0 എന്നായിരിക്കും. സോ ഇപ്പോൾ ഇവിടെ ഡിറ്റർമിനൻറ്റ് നോക്കി കഴിഞ്ഞാൽ എന്താണ് ഇവിടെ 2 - 2 = 2 നമുക്ക് 0 എന്ന് കിട്ടും. ഇതിപ്പോൾ ഈ ഒരു കേസ് മാത്രമല്ല, മീൻസ് എങ്ങനെ വെച്ച് മൾട്ടിപ്പിൾ നോക്കിയാൽ കഴിഞ്ഞാലും എന്താണ് 0 എന്ന് തന്നെ നമുക്ക് കിട്ടും. ഇതിനകത്ത് എക്സാമ്പിൾസൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡിറ്റർമിനൻറ്റിൻ്റെ ഇത്രയും പ്രോപ്പർട്ടീസ് നമുക്ക് പഠിപ്പിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഡിറ്റർമിനൻറ്റ് ഇത് വെച്ച് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ഓൾറെഡി പ്ലസ് ടുവിൽ അങ്ങനെ ഒരുപാട് എന്താണ്
ഇതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ യൂസ് ചെയ്തിട്ടാണ് നമുക്ക് അവിടെ ഡിറ്റർമിനൻറ്റ് ഈസി ആയിട്ട് ഫൈൻഡ് ചെയ്തിട്ടുള്ളത്. അവിടെ ഒരുപാട് കോൺസ്റ്റൻസ് ഒക്കെ വെച്ച് നമുക്ക് കാണാണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ഡിറ്റർമിനൻറ്റ് കാണണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡിറ്റർമിനൻറ്റ് കാണാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോപ്പർട്ടീസൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കാരണം ഇപ്പോൾ ഇങ്ങനെ പ്രൊപ്പോർഷനിലാണ് 2 റോ അല്ലെങ്കിൽ 2 കോളം പ്രൊപ്പോർഷനിലാണെന്നുണ്ടെങ്കിൽ ഡിറ്റർമിനൻറ്റ് 0 ആയിരിക്കും. അതുപോലെ തന്നെ ഒരു റോൻ്റെ സ്കെയിലർ വാല്യൂസിൻ്റെ അല്ലെങ്കിൽ കോളത്തിൻ്റെ സ്കെയിലർ വാല്യൂസിൻ്റെ മൾട്ടിപ്പിൾസ് ആഡ് ചെയ്തിട്ടാണ് വേറൊരു റോ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തിട്ട് ഡിറ്റർമിനൻറ്റ് കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ പ്രോപ്പർട്ടീസാണ്. ഡിറ്റർമിനൻറ്റ് കാണാൻ ഡിറ്റർമിനൻറ്റിൻ്റെ പ്രോപ്പർട്ടീസാണ് ഇത്. അപ്പോൾ നമുക്ക് ഡിറ്റർമിനൻറ്റ് കാണണമെന്നുണ്ടെങ്കിൽ ഈ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക, ആ ഒരു ചാപ്റ്റർ ക്ലിയർ മീൻസ് ഈ കൺസെപ്റ്റൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യുക, ആ ഒരു ചാപ്റ്റർ ഒന്നും കൂടി എടുത്ത് നോക്കുക, അതിനകത്തുള്ള പ്രോബ്ലംസൊക്കെ ചെയ്ത് നോക്കുക. അപ്പോൾ ഡിറ്റർമിനൻറ്റ് ഉണ്ടെങ്കിലാണ് മീൻസ് ഡിറ്റർമിനൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു മാട്രിക്സിൻ്റെ ഒരു സ്കെയിലർ ഒരു സിംഗുലാർ വാല്യൂ റെപ്രസെൻറ്റേഷൻ ആണ്. അപ്പോൾ ആ ഒരു സിംഗുലാർ വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം എന്താണ്, ഒരു നോൺ സിംഗുലാർ മാട്രിക്സ് ആണ്. നോൺ സിംഗുലാർ മാട്രിക്സിന് എന്താണ്, ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യില്ല എന്നറിയാം. അത് എന്ന് വെച്ചാൽ ഇൻവേർട്ടിബിൾ അല്ല എന്ന് പറയാം ഒരു മാട്രിക്സ് ഡിറ്റർമിനൻറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ. സോ നെക്സ്റ്റ് വരുന്നത് എന്താണ്, ഇൻവേഴ്സ് ഓഫ് എ മാട്രിക്സ്. A square matrix whose determinant is equal to 0 is called a singular matrix. നമ്മൾ പറഞ്ഞു എന്താണ് ഒരു ഡിറ്റർമിനൻറ്റ് എന്താണ്, ഞാൻ എൻ്റെ ഒരു മാട്രിക്സ് എ ആണ്, ഇവിടെ സ്ക്വയർ മാട്രിക്സ് എന്ന് പറഞ്ഞിട്ടില്ല, ഇതുകൊണ്ട് ഇതൊരു n സ്ക്വയർ മാട്രിക്സ് ആണ്. ദെൻ ഡിറ്റർമിനൻറ്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു എന്താണ് 0 ആവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ മാട്രിക്സിനെ എന്തെന്ന് വിളിക്കാം, സിംഗുലാർ മാട്രിക്സ് എന്ന് വിളിക്കാം. അതല്ല ഡിറ്റർമിനൻറ്റ് നോട്ട് ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെന്ന് വിളിക്കാം, ഡിറ്റർമിനൻറ്റ് ഓഫ് എ നോട്ട് ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം, നോൺ സിംഗുലാർ മാട്രിക്സ് എന്ന് വിളിക്കാം. എന്താണ് നോൺ സിംഗുലാർ മാട്രിക്സ്. ഇപ്പോൾ സിംഗുലാർ ആണെങ്കിൽ ഇൻവേർട്ടിബിൾ അല്ല, ഇൻവേഴ്സ് കാണാൻ പറ്റില്ല. നോൺ സിംഗുലാർ ആണെങ്കിൽ മീൻസ് എന്താണ് സിംഗുലാർ, അതായത് ഇവിടെ ഡിറ്റർമിനൻറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇൻവേഴ്സ് കാണാൻ പറ്റില്ല. ഇവിടെ ഡിറ്റർമിനൻറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇൻവേഴ്സ് കാണാൻ പറ്റും, അതായത് ഇൻവേർട്ടിബിൾ ആയിരിക്കും. അപ്പോൾ ഡിറ്റർമിനൻറ്റും ഇൻവേഴ്സും തമ്മിലുള്ള റിലേഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിനകത്ത് എന്താണ് 2 പ്രോബ്ലം തന്നിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് 2 പ്രോബ്ലംസ് വന്നിട്ട് വേണമെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം. 5, 10, 3, 6. A is equal to 5, 10 and 3, 6. അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 × 6 30 എന്ന് വരും, 3 × 10 30 എന്ന് വരും. അപ്പോൾ എന്താണ് 30 - 30 is equal to 0. അപ്പോൾ എന്താണ് ഇതിന് ഡിറ്റർമിനൻറ്റ് ഇല്ല. നമുക്ക് എന്താണ് ഒരു സിംഗുലാർ വാല്യൂ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റില്ല ആണ് പറയുന്നത്. അങ്ങനെയല്ല, സിംഗുലാർ വാല്യൂ ഇല്ല എന്നാണ് പറയുന്നത്. അതായത് എന്താണ്, അല്ല ഈ ഒരു മാട്രിക്സ് സിംഗുലാർ മാട്രിക്സ് എന്നാണ് പറയുന്നത്. ഡിറ്റർമിനൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ എന്താ പറയും, നോൺ സിംഗുലാർ മാട്രിക്സ് ആണെന്ന് പറയും. ദെൻ അടുത്തത് എന്താണ്, ബി ഈസ് ഈക്വൽ ടു 3, 4, 5, 8. 3 × 8 എന്ന് പറഞ്ഞാൽ എത്ര വരും നമുക്ക്, 24 മൈനസ് ഇവിടെ എത്ര വരും 20. എന്താണ് 4 എന്ന് വരും നമുക്ക് എന്താണ്, വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ ബി എന്താണ്, ബി എന്ന് പറയുന്ന മാട്രിക്സ് ഒരു നോൺ സിംഗുലാർ മാട്രിക്സ് ആണ്. ഇനി അടുത്തത് ഇഫ് എ ഒരു n സ്ക്വയർ മാട്രിക്സ് ആണ്, അതുപോലെ തന്നെ ബിയും ഒരു n സ്ക്വയർ മാട്രിക്സ് ആണെങ്കിൽ a × b = i ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം b is equal to a ഇൻവേഴ്സ് എന്ന്. അതേപോലെ തന്നെ എന്താണ്, a ബിയുടെ ഇൻവേഴ്സ് ആണ്, b എയുടെ ഇൻവേഴ്സ് ആണ്. ഇത് മാത്രമല്ല a = b അല്ല, b = a എന്നും കൂടി വേണം. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം എന്ത്, a ഇൻവേർട്ടിബിൾ ആണെന്ന് പറയാം, അതുപോലെ തന്നെ b ആണതിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയാം. അപ്പോൾ അങ്ങനെ ഒരു ഇൻവേഴ്സ് മാട്രിക്സ് ഇല്ല, ഒരു മാട്രിക്സിന് എന്താണ് ഇൻവേഴ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് അത് ഇൻവേർട്ടിബിൾ അല്ല. അപ്പോൾ എന്താണ് അത് സിംഗുലാർ മാട്രിക്സ് ആണ്. എക്സാമിന് ഇങ്ങനെ ഒരു ചോദ്യം, സിംഗുലാർ മാട്രിക്സ് എന്താണെന്ന് ചോദിക്കുന്നത് അറിയില്ല. നമുക്കൊരു പ്രോബ്ലം തന്നിട്ടുണ്ട്. അപ്പോൾ പ്രോബ്ലംസൊക്കെ നമ്മൾ പരമാവധി ചെയ്ത് നോക്കണം. കാരണം എന്താണ്, ഇപ്പോൾ ഈ ഒരു തന്നിട്ടുള്ള മൊഡ്യൂൾ പോലത്തെ പ്രോബ്ലംസ് അല്ലെങ്കിൽ ഒരു മെറ്റീരിയലിൽ അതേ പ്രോബ്ലംസാണ് എക്സാമിനും ചോദിക്കുന്നത്.
സോ ഒക്കെ എന്താണ് ചെയ്ത് നോക്കാം മാക്സിമം. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. കൺസിഡർ എ മെട്രിക്സ് എ ഇസ് ഈക്വൽ ടു 2 - 5 1 - 1 3 ദെൻ ബി ഇസ് ഈക്വൽ ടു 3 5 1 2. എന്താണ് സെയിം സൈസ് ആവണം, അതുപോലെ n സ്ക്വയർ മെട്രിക്സ് ആവണം. അപ്പോൾ ഇവിടെ എന്താ ചോദിച്ചിട്ടുള്ള കൺസിഡർ ദ മെട്രിക്സ് എ ഇസ് ഈക്വൽ ടു 2 - 5 - 1 3 ബി ഈക്വൽ ടു 3 5 1 2. എ ആൻഡ് ബി ആർ ഇൻവേഴ്സ് ഓഫ് ഈച്ച് അതർ. വൺ ക്യാൻ ചെക്ക് ബൈ ഇറ്റ് എ ബി ഈക്വൽ ടു ബി എ ഇസ് ഈക്വൽ ടു ഐ. എന്താണ് ഇൻവേഴ്സ് ഓഫ് ഈച്ച് അതർ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ രണ്ട് മാട്രിക്സ്. അപ്പോൾ ഇതൊരു 2x2 മാട്രിക്സ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, റോയും കോളം ഇൻ്റർചേഞ്ച് ചെയ്യുക. പിന്നെന്താണ് അതുപോലെ ഈ രണ്ട് വാല്യൂസിൻ്റെ എന്ത് ചെയ്യുക, സൈൻ ചേഞ്ച് ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ 2x2 മാട്രിക്സിൻ്റെ ആണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഡിറ്റർമിനൻറ്റ് ഇൻവേഴ്സ് കാണാൻ പറ്റും. അപ്പോൾ ഇത് കണ്ടറിയാം നമുക്ക് ഇത് ഇൻവേഴ്സ് ആണെന്ന്. ഇനി എന്താണ് ചെക്ക് ചെയ്യാം, അതായത് എ ബി ഇസ് ഈക്വൽ ടു ബി എ ഇസ് ഈക്വൽ ടു ഐ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇത് ഇതിൻ്റെ ഇൻവേഴ്സ് ആണെന്ന് പറയാം. വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം, മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. പിന്നെ മൈനസ് ജസ്റ്റ് ഇവിടെ എന്തായാലും എഴുതിയിട്ടില്ല, നമുക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ എന്ത് വരും, 6 - 5 then 10 - 10 then -3 +3 അതുപോലെ തന്നെ -5 6. അപ്പോൾ ഇവിടെ എന്ത് വരും, 6 - 5 എന്ന് പറഞ്ഞാൽ 1 എന്ന് വരും, 10 - 10 0 എന്ന് വരും, -3 + 3 എന്ന് പറഞ്ഞാൽ 0 എന്ന് വരും. ഇവിടെ -5 + 6 എന്ന് പറഞ്ഞാൽ എന്ത് വരും, 1 എന്ന് വരും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഐഡൻറ്റിറ്റി മാട്രിക്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇൻവേഴ്സ് ആണോ എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഇങ്ങനെ രണ്ട് മാട്രിക്സ് ഒന്ന് ഇൻവേഴ്സ് ആണോ എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഇത് 2x2 മാട്രിക്സ് ആണ്, അതല്ല വലിയ ഒരു 3x3 4x4 മാട്രിക്സ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി, ക്രോസ് പ്രോഡക്റ്റ് ആണ്. അതുപോലെ എ ബിയും കാണും, അതുപോലെ ബി എയും എന്താണോ ഈ ആണെന്നുണ്ടെങ്കിൽ ഐഡൻറ്റിറ്റി മാട്രിക്സ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം എന്ത് ഇൻവേഴ്സ് മാട്രിക്സസ് ആണെന്ന്. അടുത്തത് തിയറം 1.5 വരുന്നുണ്ട്, നമുക്ക് എന്താണെന്ന് നോക്കാം. 1.5 തിയറം എന്താണെന്ന് നോക്കാം. ഇഫ് ബി ആൻഡ് സി ബോത്ത് ആർ ഇൻവേഴ്സ് ഓഫ് എ. ബി എന്താണ്, ബി എയുടെ ഇൻവേഴ്സ് ആണ്. അതുപോലെ തന്നെ എന്താണ് സിയും എയുടെ ഇൻവേഴ്സ് മാട്രിക്സ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ബി ഈസ് ഈക്വൽ ടു സി എന്നാണ്. എന്താണ് ഒരു മാട്രിക്സ് എ ഉണ്ട്, അതിന് ബി എന്ന് പറഞ്ഞൊരു ഇൻവേഴ്സ് ഉണ്ട്, സി എന്ന് പറഞ്ഞൊരു ഇൻവേഴ്സ് ഉണ്ട്. അങ്ങനെ എന്താണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ബിയും സിയും സെയിം ആയിരിക്കും എന്നാണ് പറയുന്നത്. അതിൻ്റെ പ്രൂഫ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് ബി എന്താണ്, ബി എന്ന് പറയുന്നത് എയുടെ ഇൻവേഴ്സ് ആണ്. ബി ഈക്വൽ ടു എ ഇൻവേഴ്സ്, ദെൻ ബി എ ഈസ് ഈക്വൽ ടു ഐ എന്ന് എഴുതാം. സോ നമുക്ക് എങ്ങനെ എഴുതാം, ഇതിനെ രണ്ട് സൈഡിലും മൾട്ടിപ്ലൈ ചെയ്യുക. എന്താണ് ഇപ്പോൾ ഒരു ഇക്വേഷൻ 1 എന്ന് കൊടുക്കുക, എന്നിട്ട് അതിനെന്ത് ചെയ്യുക, സി വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. സി ബി എ ഈസ് ഈക്വൽ ടു സി ഐ എന്ന് വിളിക്കാം. നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബി എ എന്ന് പറയുന്നത് എന്താണ് ഐഡൻറ്റിറ്റി ആണ്. അപ്പോൾ സി ഐ ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് കിട്ടും, സി ഐ എന്ന് കിട്ടും. ഇപ്പോൾ ഈ സി ഐ എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ എഴുതാം, സി എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് എന്താണെന്ന് കിട്ടി, സി ഇൻറ്റു ബി ഇൻറ്റു എ എന്നുള്ളത് എന്താണ്, നമുക്ക് സി എന്ന് കിട്ടി. ഇനി അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഓൾറെഡി എന്താണ് സി എന്താണ് എയുടെ ഇൻവേഴ്സ് ആണ്. സോ സി എ ഈസ് ഈക്വൽ ടു നമുക്ക് ഐ എന്ന് എഴുതാം. അതിനെന്ത് ചെയ്യാം, ഇൻറ്റു ബി ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യാം, ബി സി എ ഈസ് ഈക്വൽ ടു എന്തെന്ന് നമുക്ക് എഴുതാം, ബി ഐ എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ നമുക്ക് എന്തെന്ന് കിട്ടും, ബി എന്ന് കിട്ടും. അതുപോലെ തന്നെ ഇവിടെ സി എ ഇൻവേഴ്സ് ആയതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം, ബി എന്ന് തന്നെ നമുക്ക് എഴുതാം. സോ ഇപ്പോൾ എന്താണ് സി ഇൻറ്റു ബി ഇൻറ്റു എ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെന്ന് കിട്ടും, സി എന്നും കിട്ടും. അതുപോലെ തന്നെ സി ഇൻറ്റു ബി ഇൻറ്റു എ എന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെന്ന് കിട്ടും, ബി എന്ന് തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് എന്താണ് ഇത് രണ്ടും ഈക്വൽ ആണെന്ന് പറയാം. അപ്പോൾ പ്രൂഫ് സിമ്പിളാണ്, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്താണ് എ ബിയുടെ ഇൻവേഴ്സ് മീൻസ് ബി എയുടെ ഇൻവേഴ്സ് ആണ്, സിയും എയുടെ ഇൻവേഴ്സ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബിയും സിയും ഈക്വൽ ആണ്. പ്രൂഫ് നമ്മളെങ്ങനെ ചെയ്തെന്ന് വെച്ചാൽ എന്താണ് എയുടെ ഇൻവേഴ്സ് ആയിട്ട് ബി എടുത്തു, അതുപോലെ തന്നെ സിയും എടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു, മൂന്നാമത് എടുക്കുന്ന ആൾ അതായത് സി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കി. അതുപോലെ തന്നെ മറ്റേ സൈഡിൽ ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കി. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് എന്താണ്, സി ഇൻറ്റു ബി ഇൻറ്റു എ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബി എന്നും കിട്ടും, അതുപോലെ തന്നെ സി എന്നും കിട്ടും. സോ എന്താണ് അത് രണ്ടും ഈക്വലാണ്. ഇനി അതുപോലെ തന്നെ നമുക്ക് ട്രാൻസ്വേഴ്സിൽ പഠിച്ചതുപോലെ തന്നെ ഇവിടെ എന്താണ്
ഇപ്പോൾ രണ്ട് മാട്രിക്സ് എന്താണ് ഇൻവേർട്ടിബിൾ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവരുടെ റിവേഴ്സ് ഓർഡറിൽ ഇൻവേർട്ടിബിൾ ആയിരിക്കും. അതായത് ഇഫ് എ ഈസ് ഇൻവേർട്ടിബിൾ, എ എന്താണ് എ ഇൻവേർട്ടിബിൾ ആണെന്നുണ്ടെങ്കിൽ എന്താണ് അതുപോലെ ബി ഇൻവേർട്ടിബിൾ ആണെന്നുണ്ടെങ്കിൽ എ ബി ദ ഹോൾ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ് എന്നായിരിക്കും. ഇത് നമ്മൾ ട്രാൻസ്പോസ് മാട്രിക്സിൻ്റെ ട്രാൻസ്പോസിൽ പഠിച്ച പോലെ തന്നെയാണ് വരുന്നത്. ഇപ്പോൾ റിവേഴ്സ് ഓർഡറിലായിരിക്കും എന്ത് ഇൻവേർട്ടിബിൾ എക്സിസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ട്രാൻസ്പോസ് അങ്ങനെ തന്നെ ആയിരിക്കും. ഇനി ഇൻവേഴ്സ് കാണാൻ, ഇപ്പോൾ ഇൻവേഴ്സ് എങ്ങനെ കാണാൻ നമുക്കൊക്കെ അറിയാം. ഇപ്പോൾ കാൽക്കുലേറ്ററിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ഇൻവേഴ്സ് കാണാൻ പറ്റും. അല്ലാതെ നമുക്ക് എന്താണ് എ ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു നമുക്കറിയാം എന്താണ് അഡ്ജോയിൻറ്റ് എ ബൈ ഡിറ്റർമിനൻറ്റ് എ ആണ്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് പറയാം എന്താണ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിറ്റർമിനൻറ്റ് എന്തായിരിക്കണം? നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം എന്നുള്ളത്. അപ്പോൾ നമുക്ക് അഡ്ജോയിൻ്റ് കാണാൻ അറിയാം എങ്ങനെയാണ് കോഫാക്ടേഴ്സ്, അതായത് ഓരോ എലമെൻറ്റിൻ്റെ കോഫാക്ടർ മാട്രിക്സ് ആണ് നമുക്ക് എന്ത് അഡ്ജോയിൻ്റ് ആയിട്ട് വരുന്നത്. ഇനി അടുത്തൊരു തിയറം 1.6 വരുന്നുണ്ട്. അടുത്ത തിയറം 1.6 വരുന്നത് ഇതാണ്. എന്ത് നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഇഫ് എ ആൻഡ് ബി ആർ ഇൻവേർട്ടിബിൾ ആണ് എയും ബിയും രണ്ട് മെട്രിക്സസ് വിത്ത് സെയിം സൈസ്. എന്താണ് എ എന്ന് പറയുന്നത് എൻ സ്ക്വയർ മെട്രിക്സ് ആണ്, ബി എന്ന് പറയുന്നത് ഒരു എൻ സ്ക്വയർ മെട്രിക്സ് ആണ്. അവർ രണ്ടാളും എന്താണ് ഇൻവെർട്ടിബിൾ മെട്രിക്സസ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരുടെ പ്രോഡക്റ്റിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു പ്രോഡക്റ്റിൻ്റെ ഇൻവേഴ്സ് എന്തായിരിക്കും? റിവേഴ്സ് ഓർഡറിൽ എന്താണ് ഇൻവേഴ്സുകളുടെ പ്രോഡക്റ്റ് ആയിരിക്കും. ഇപ്പോൾ അതിൻ്റെ ഒരു പ്രൂഫ് വരുന്നുണ്ട്, സിമ്പിളാണ്, നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ് ഇൻറ്റു എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ എ ബി എന്ന് ചെയ്ത് കൊടുത്താൽ നമുക്ക് എന്തെന്ന് കിട്ടും? ഇവർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ബി ഇൻറ്റു ബി ഇൻവേഴ്സ് എന്താണ്? ഐഡൻറ്റിറ്റി എലമെൻ്റാണ്. സോ ഐഡൻറ്റിറ്റി മാട്രിക്സ് ആണ്. എ ഇൻറ്റു ഐ ഇൻറ്റു എ ഇൻവേഴ്സ് എന്ന് കിട്ടും. ഇനിയിപ്പോൾ ഐ ഇൻറ്റു എ ചെയ്താലും ഐ ഇൻറ്റു എ ഇൻവേഴ്സ് ചെയ്താലും നമുക്ക് എന്തെന്ന് കിട്ടുക? ഐഡൻറ്റിറ്റി മാട്രിക്സ് അല്ലേ, നമുക്ക് എ ചെയ്താൽ എ എന്ന് കിട്ടും, എ ഇൻവേഴ്സ് കൊണ്ട് ചെയ്താൽ എ ഇൻവേഴ്സ് എന്ന് കിട്ടും. നമുക്ക് ഇതിനെങ്ങനെ എഴുതാം? എ ഇൻറ്റു എ ഇൻവേഴ്സ് എന്ന് എഴുതാം. അത് നമുക്ക് എന്താണെന്ന് കിട്ടുക? ഐ എന്ന് കിട്ടും. അതേപോലെ തന്നെ എന്താണ് ബി എ ബി ഇൻറ്റു എന്താണ് ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ് ഇൻറ്റു എന്താണ് നമുക്ക് ഇവിടെ എന്താ ചെയ്യാം? എ ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്തെന്ന് കിട്ടും? ഇവിടെ എന്താണ് എ ഇൻവേഴ്സ് ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെന്ന് കിട്ടുക? ബി ഇൻവേഴ്സ് ഇൻറ്റു ഐ ഇൻറ്റു ബി എന്ന് കിട്ടും. സോ ഇവരെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് എന്തെന്ന് കിട്ടും? എന്താണ് ബി ഇൻവേഴ്സ് ഇൻറ്റു ബി എന്ന് കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് കിട്ടും? ഐ എന്ന് കിട്ടും. അപ്പോൾ ഇനി എന്താണ് ഇത് ഈ ഒരു സെയിം സൈസുള്ള മെട്രിക്സസ് ആണെന്നുണ്ടെങ്കിൽ എന്താണ് എത്ര നമ്പർ ഓഫ് മെട്രിക്സസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എ ബി സി അപ് ടു എൻ നമ്പർ ഓഫ് മെട്രിക്സസ് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവരുടെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? മീൻസ് അവരുടെ പ്രോഡക്റ്റ്സിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എ ഇൻറ്റു ബി ഇൻറ്റു സി ഇൻറ്റു അപ് ടു എൻ മെട്രിക്സസ് നമ്മൾ എന്താ ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്തെന്ന് വിചാരിക്കുക. അവരുടെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് അങ്ങനെ ആയിരിക്കും, റിവേഴ്സ് ഓർഡറിൽ. എന്താണ് ഇത് നമുക്കൊരു എൻ മെട്രിക്സ് വരെ എടുത്തു. അപ്പോൾ എൻ ഇൻവേഴ്സ് ഇൻറ്റു അപ് ടു സി ഇൻവേഴ്സ് ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ് ആയിരിക്കും. അതായത് പ്രോഡക്റ്റുകളുടെ ഇൻവേഴ്സ്, അതായത് സെയിം സൈസുള്ള മെട്രിക്സസിൻ്റെ പ്രോഡക്ട്സിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഇൻവേഴ്സുകൾ റിവേഴ്സ് ഓർഡറിലുള്ള ഇൻവേഴ്സുകളുടെ പ്രോഡക്റ്റ് ആയിരിക്കും. അപ്പോൾ അത് നമുക്ക് രണ്ട് മെട്രിക്സ് വെച്ചിട്ട് പ്രൂഫ് കാണിച്ചു തന്നിട്ടുണ്ട്. ഇനി എത്ര നമ്പർ ഓഫ് മെട്രിക്സസ് ഉണ്ടെങ്കിലും അങ്ങനെ തന്നെയാണെന്നാണ് പറയുന്നത്. ഇനി സം പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്, ഇൻവേഴ്സിൻ്റെ പ്രോപ്പർട്ടീസ്. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം, നമുക്ക് എന്താണ് നമ്മുടെ ഐഡൻറ്റിറ്റി ഇൻവേഴ്സ് എന്താണ് നമ്മുടെ അഡിറ്റീവ് ഇൻവേഴ്സും മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സും നമുക്കറിയാം. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെയും വരുന്നത്. അപ്പോൾ എ റേസ് ടു 0 എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഐ എന്ന് കിട്ടും. എന്താണ് ഐഡൻറ്റിറ്റി എലമെൻ്റാണ് വരുന്നത്. ഇനി എ റേസ് ടു എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? എ ഇൻറ്റു എൻ നമ്പർ ഓഫ് എസിൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പോൾ എൻ ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇനി എന്താണ് എ ഇൻവേഴ്സ്, അതായത് എൻ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എ ഇൻവേഴ്സ് പവർ എൻ ആയിരിക്കും. ഇവിടെ എന്തായിരിക്കും? എ ഇൻവേഴ്സുകളുടെ എൻ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും.
അടുത്ത് എന്താണ് എ ടു ദ പവർ ആർ പ്ലസ് എസ് ഇസിക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം എ ടു ദ പവർ ആർ ഇൻറ്റു എ ടു ദ പവർ എസ് എന്ന് എഴുതാം. ഇതൊക്കെ എന്താണ് ഇപ്പോൾ എ എന്ന് പറയുന്ന മാട്രിക്സ് ഇൻവേർട്ടിബിൾ ആണെന്നുണ്ടെങ്കിലുള്ള പ്രോപ്പർട്ടീസാണ് തന്നിട്ടുള്ളത്. ഈ പ്രോപ്പർട്ടീസൊക്കെ നമുക്ക് എന്ത് ചെയ്യാം പ്രോബ്ലം ചെയ്യുമ്പോൾ യൂസ്ഫുൾ ആയിരിക്കും. ദെൻ എ റേസ് ടു n is invertible and a raised to n the whole inverse is equal to നമുക്ക് എങ്ങനെ എഴുതാം a inverse എന്ന് എഴുതാം a inverse എന്ന് എഴുതാം. അതുപോലെ തന്നെ a inverse the power n എന്ന് എഴുതാം. നമ്മൾ ഓൾറെഡി കണ്ടതാണ്. അതുപോലെ തന്നെ if k is a scalar and a is invertible then k a inverse is equal to നമുക്ക് എങ്ങനെ എഴുതാം അതായത് k into a the whole inverse is equal to നമുക്ക് k inverse into a inverse ആയിരിക്കും. അത് പറയുന്നത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് എന്താണ് ഇപ്പോൾ ഒരു മാട്രിക്സ് ഉണ്ട്, ഒരു എ എന്ന് പറയുന്ന മാട്രിക്സ് ഉണ്ട്, നമ്മൾ അതിനെ കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, കെ എന്ന് പറയുന്ന ഒരു സ്കെയിലർ വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ് ആ മൾട്ടിപ്പിളിൻ്റെ അതായത് കെ എയുടെ ഹോൾ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും കെ ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ് ആയിരിക്കും. അതായത് എ ഇൻവേഴ്സ് ബൈ എന്തായിരിക്കും കെ എന്നുണ്ടായിരിക്കും. ഇനി പ്രോപ്പർട്ടീസ് ഓഫ് ട്രാൻസ്പോസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ട്രാൻസ്പോസിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും എന്താണ് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ യൂസ്ഫുൾ ആയിരിക്കും, വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു എ എന്നാണ്. അതുപോലെ തന്നെ എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു എന്താണ് എ ട്രാൻസ്പോസ് എ പ്ലസ് ബി ദ ഹോൾ ട്രാൻസ്പോസ് ആയിരിക്കും. അതുപോലെ തന്നെ എന്താണ് മൈനസിന് എ മൈനസ് ബി ദ ഹോൾ ട്രാൻസ്പോസ് എന്തായിരിക്കും എ ട്രാൻസ്പോസ് മൈനസ് ബി ട്രാൻസ്പോസ് ആയിരിക്കും. ഇനി അതേപോലെ തന്നെ എന്താണ് കെ എ ഇൻറ്റു കെ എ ദ ഹോൾ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു കെ എ ട്രാൻസ്പോസ് ആയിരിക്കും. ഇനി എന്താണ് നേരത്തെ റിവേഴ്സ് ഓർഡർ, അതായത് എന്താണ് എ ബി ദ ഹോൾ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് ആയിരിക്കും. ഇനി അടുത്തൊരു തിയറം വരുന്നത് 1.7 വരുന്നു നോക്കാം. തിയറം 1.7 വരുന്നത് ഇഫ് എ ഈസ് ഇൻവേർട്ടിബിൾ, ഇപ്പോൾ എന്താണ് എ ഒരു ഇൻവേർട്ടിബിൾ മാട്രിക്സ് ആണെങ്കിൽ എ ട്രാൻസ്പോസ് എന്തായിരിക്കും എ ട്രാൻസ്പോസും ഇൻവേർട്ടിബിൾ ആയിരിക്കും. അതിൻ്റെ പ്രൂഫ് ഉണ്ട്. അപ്പോൾ എന്താണ് എ ട്രാൻസ്പോസ് ഇൻറ്റു എ ഇൻവേഴ്സ് ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം എ ഇൻവേഴ്സ് ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു ഐ. ഇതിൻ്റെ പ്രൂഫ് കൊടുത്തിട്ടുള്ളത് എങ്ങനെയാണ് എന്താണ് എ ബി ദ ഹോൾ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു എന്താണ് ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം എ ഇൻവേഴ്സ് ഐ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു ഐ എന്നായിരിക്കും. അതുപോലെ തന്നെ എ ട്രാൻസ്പോസ് ഇൻറ്റു എ ഇൻവേഴ്സ് the whole transpose is equal to a inverse into a the whole transpose is equal to I transpose is equal to I എന്നായിരിക്കും. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നത്, നമ്മൾ ഈ ട്രാൻസ്പോസിൻ്റെ പ്രോപ്പർട്ടി വെച്ചിട്ടാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. അതായത് എന്താണ് ഇപ്പോൾ എ ഇൻവേർട്ടിബിൾ ആണെങ്കിൽ എ എന്താണ് എക്കൊരു ഇൻവേഴ്സ് എലമെൻറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം എ ട്രാൻസ്പോസിനും എന്താണ് എ ട്രാൻസ്പോസിനും ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയാം. ഇനി എലമെൻ്ററി റോ ഓപ്പറേഷൻസ് വരുന്നുണ്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കണം ഇത്തരം കാര്യങ്ങൾ എന്തായിരുന്നു തിയറംസ് എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട്. ഇനി നമുക്ക് പ്രോബ്ലം ചെയ്യാൻ ആവശ്യമുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചിലപ്പോൾ എലമെൻ്ററി റോ ഓപ്പറേഷൻസും റോ കോളം ട്രാൻസ്ഫോർമേഷൻസൊക്കെ ഒരുപാട് ചെയ്ത് കഴിഞ്ഞതാണ് മുൻപത്തെ ക്ലാസ്സുകളിലൊക്കെ. അപ്പോൾ നമുക്ക് എന്തൊക്കെ ഓപ്പറേഷൻസ് ചെയ്യാം. ഇപ്പോൾ ഒരു മാട്രിക്സ് ഉണ്ട്, ഞാൻ ജനറലായിട്ട് എ ബി സി ഇ എഫ് ജി
ഇങ്ങനെ ഒരു മാട്രിക്സ് എടുത്തു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സ്കെയിലാർ വാല്യൂ അല്ലാന്നുണ്ടെങ്കിൽ ഒരു കോൺസ്റ്റൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു മാട്രിക്സ് ഞാൻ എന്ന് എടുക്കണം. അപ്പോൾ നമുക്ക് കെ ഇൻറ്റു എ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻ്റർചേഞ്ച് ചെയ്യും, അതായത് 2 റോസിനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ 2 കോളത്തിനെ ഇൻ്റർചേഞ്ച് ചെയ്യാൻ പറ്റും. 2 റോ 2 കോളം ഇൻ്റർചേഞ്ച് ചെയ്യുന്ന പോലെ തന്നെ എന്താണ്, ഏത് റോ വെച്ച് ഏത് റോനെ വേണമെങ്കിൽ ഇൻ്റർചേഞ്ച് ചെയ്യുക. അതുപോലെ തന്നെ ഏത് കോളത്തിനെ വെച്ച് ഏത് കോളം വേണമെങ്കിൽ ഇൻ്റർചേഞ്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു റോ ഓപ്പറേഷൻസ്, അതായത് എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻസ് ചെയ്യുമ്പോൾ റോ ഓപ്പറേഷൻസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതായത് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യണം, റോ ട്രാൻസ്ഫോർമേഷൻസ് മാത്രം ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ കോളം ട്രാൻസ്ഫോർമേഷൻസ് ആണ് സ്റ്റാർട്ട് ചെയ്തതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ത്രൂ ഔട്ട് ദ എലമെൻ്ററി ഓപ്പറേഷൻസ് നമ്മൾ എന്ത് ചെയ്യണം, കോളം ട്രാൻസ്ഫോർമേഷൻസ് മാത്രമാണ് ചെയ്യാൻ പാടുള്ളൂ. ഇതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ബാക്കി കാര്യങ്ങളൊക്കെ ഓൾറെഡി നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഒരു മാട്രിക്സിൽ എന്തൊക്കെ ട്രാൻസ്ഫോർമേഷൻസ് പോസിബിൾ ആണെന്നുള്ള കാര്യം നമുക്ക് ഓൾറെഡി അറിയുന്നതാണ്. അതേപോലെ തന്നെ ഇപ്പോൾ ഇപ്പോൾ ഈ ഒരു റോനെ നമ്മൾ എന്ത് ചെയ്തു, ഒരു മൾട്ടിപ്പിൾ കൊണ്ട് ആഡ് ചെയ്തു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ റിവേഴ്സ് കാണാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ എന്ത് എലമെൻ്ററി ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനൊക്കെ റിവേഴ്സ് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ സി നമ്മൾ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, സി മൈനസ് ചെയ്താൽ മതി. സി എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് വാല്യൂ ആണെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ ഇഫ് മാട്രിക്സ് എ ആൻഡ് ബി ആർ, ഒരു മാട്രിക്സ് ഉണ്ട്, എ എന്ന് പറയുന്ന ഒരു മാട്രിക്സ് ഉണ്ട്, ദെൻ ബി എന്ന് പറയുന്ന ഒരു മാട്രിക്സ് ഉണ്ട്, സെറ്റ് ടു ബി റോ ഇക്വാലൻറ്റ് മാട്രിക്സ് ആവണമെന്നുണ്ടെങ്കിൽ, അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇഫ് എയ്തർ ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ഫ്രം അതർ ബൈ എ സീക്വൻസ് ഓഫ് എലമെൻ്ററി ഓപ്പറേഷൻ. അതായത് എന്ത് ചെയ്യാൻ പറ്റണം, ഈ ബിയിൽ ഒരു സീക്വൻസ്, അതായത് സെറ്റ് ഓഫ് ഓപ്പറേഷൻസ്, അതായത് റോ ഓപ്പറേഷൻസ് ചെയ്താൽ നമുക്ക് എ കിട്ടണം. അതുപോലെ തന്നെ എയിൽ നിന്ന് റിവേഴ്സ് ഓപ്പറേഷൻസ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യണം, ബി കിട്ടണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം എന്ത്, എലമെൻ്ററി മാട്രിക്സ് മീൻസ് ഇക്വാലൻ്റ് റോ ഇക്വാലൻ്റ് മാട്രിക്സസ് ആണെന്ന് പറയാം. എ എന്ന് പറയുന്ന ഒരു മാട്രിക്സിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു, റോ ട്രാൻസ്ഫോർമേഷൻസ് വഴിയാണ് നമുക്ക് എന്ത് കിട്ടിയിട്ടുള്ളത്, ബി എന്ന് പറയുന്ന മാട്രിക്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, ബി ഈസ് റോ ഇക്വാലൻ്റ് ടു എന്ന് പറയാം. അതുപോലെ തന്നെ ഇനി ഐ എന്ന് പറയുന്ന മാട്രിക്സിൽ നിന്ന് എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻസ് വഴി നമുക്ക് ഈ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം, ഈസി എലമെൻ്ററി മാട്രിക്സ് എന്ന് പറയാം. ഒരൊറ്റ സിംഗിൾ റോ ഓപ്പറേഷൻ വഴിയാണ് ഈ കിട്ടുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതിനെ എലമെൻ്ററി മാട്രിക്സ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ പറഞ്ഞു, നമ്മൾ റോ ഇക്വാലൻ്റ് മാട്രിക്സ് എന്താണെന്ന് നോക്കി, അതുപോലെ തന്നെ എലമെൻ്ററി മാട്രിക്സ് എന്താണെന്ന് നോക്കി. നമുക്ക് എ എന്ന് പറയുന്ന എനി മാട്രിക്സ് എയിൽ നിന്ന് സിംഗിൾ റോ ഓപ്പറേഷൻ വഴി അല്ലെങ്കിൽ ഒരു സീക്വൻസ് ഓഫ് റോ ഓപ്പറേഷൻസ് വഴി നമുക്കൊരു ബി എന്ന് പറയുന്ന മാട്രിക്സ് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ആ ബീനെ നമുക്ക് എന്ത് പറയാം, റോ ഇക്വാലൻ്റ് മാട്രിക്സ് എന്ന് വിളിക്കുക. അതുപോലെ തന്നെ ഒരു സിംഗിൾ റോ ഓപ്പറേഷൻ വഴിയാണ് കിട്ടുന്നുണ്ടെങ്കിൽ ഇവിടെ സീക്വൻസ് ഓഫ് റോ ഓപ്പറേഷൻസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, റോ ഇക്വാലൻ്റ് മാട്രിക്സ് ആണെന്ന് പറയാം. അപ്പോൾ റോ ഇക്വാലൻ്റ് മാട്രിക്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഒരു സീക്വൻസ് ഓഫ് എലമെൻ്ററി ഓപ്പറേഷൻസ് ചെയ്തിട്ട് നമുക്ക് പുതിയൊരു മാട്രിക്സ് കിട്ടണം. അതുപോലെ തന്നെ ഐഡൻറ്റി മാട്രിക്സിൽ നിന്ന് റോ ഓപ്പറേഷൻ, അതായത് ഒരു സിംഗിൾ റോ ഓപ്പറേഷൻ വഴി നമുക്കൊരു മാട്രിക്സ് ഒബ്റ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു മാട്രിക്സിനെ എന്തെന്ന് വിളിക്കാം, എലമെൻ്ററി മാട്രിക്സ് എന്ന് വിളിക്കാം. അപ്പോൾ എക്സാമിന് ഒരു ക്വസ്റ്റൻ ഉണ്ടായിരുന്നു, റോ ഇക്വലോൺ ഫോം അതുപോലെ തന്നെ റോ റെഡ്യൂസ്ഡ് ഇക്വലോൺ ഫോമും തമ്മിലുള്ള ഡിഫറൻസ് ചോദിച്ചിട്ട്. അപ്പോൾ ഇതുപോലെ പറയുന്ന കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പുതിയ കാര്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ ഒക്കെ എന്തെങ്കിലും നോട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ നമ്മൾ മുമ്പ് ഇപ്പോൾ ഇതിനകത്ത് ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ, ഇപ്പോൾ ഇൻവേഴ്സും അതുപോലെ തന്നെ ട്രാൻസ്വേഴ്സിൻ്റെ ഒക്കെ ഒരുപാട് കേസുകൾ നമ്മൾ ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ ചെയ്തതാണ്, പഴയ കാര്യങ്ങളാണ്. അപ്പോൾ പുതിയതായിട്ട് എന്തെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യണം, നോട്ട് ചെയ്ത് വെക്കണം. നമുക്ക് അടുത്തൊരു തിയറം നോക്കാം. തിയറം 1.8 വരുന്നുണ്ട്. തിയറം 1.8 പറയുന്നത് എന്താണ്, റോ ഓപ്പറേഷൻസ് ഓഫ് എ മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. If the elementary matrix E results from performing a certain of operations on I, if A is the matrix M by N, then the product A is the matrix that result when the same operations is performed on A. So ഇനി നമുക്ക് റോ ഓപ്പറേഷൻസ് ബൈ മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ആണ് അടുത്ത തിയറം വരുന്നത്. എങ്ങനെയാണ് നമുക്ക് റോ ഓപ്പറേഷൻസ് എങ്ങനെ ചെയ്യാൻ പറ്റും, നമുക്ക് മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. റോ ഓപ്പറേഷൻസ് ബൈ മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ ഇതിൽ നമുക്ക് ഇപ്പോൾ ഐ എന്ന് പറയുന്ന ഒരു മാട്രിക്സ് ഉണ്ട്. ഞാൻ അതിൽ നിന്ന് എങ്ങനെയാണ് സീക്വൻസ് ഓഫ് റോ ഓപ്പറേഷൻസ് ചെയ്ത് ഞാൻ ഇ എന്ന് പറയുന്ന ഒരു എലമെൻ്ററി മാട്രിക്സ് എടുത്തു. എന്നിട്ട്
ഇ എന്ന് പറയുന്ന മാട്രിക്സ് കൊണ്ട് ഞാൻ എനെ എന്ത് ചെയ്തു മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടുന്ന മാട്രിക്സ് എങ്ങനെ എന്തായിരിക്കും? നമ്മൾ എ എന്ന് പറയുന്ന മാട്രിക്സിൽ ഈ സെയിം ഓപ്പറേഷൻസ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന മാട്രിക്സ് ആയിരിക്കും എന്ത്? ഈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് എനിക്ക് എന്ത് ചെയ്യണം? സെറ്റ് ഓഫ് സർട്ടൻ റോ ഓപ്പറേഷൻസ് എന്താ? ഒരു എ എന്ന് പറയുന്ന മാട്രിക്സ് ഉണ്ട്, അതിനകത്ത് എനിക്ക് സർട്ടൻ റോ ഓപ്പറേഷൻസ് ചെയ്യണം. അപ്പോൾ അതിന് പകരം ഞാൻ എന്ത് ചെയ്തു? ആ സെറ്റ് ഓഫ് റോ ഓപ്പറേഷൻസ് ഞാൻ ഐ എന്ന് പറയുന്ന ഐഡൻറ്റി മാട്രിക്സിനകത്ത് ചെയ്ത് ഞാൻ എന്ത് ചെയ്തു? ഒരു എലമെൻ്ററി മാട്രിക്സ് എടുത്തു. എങ്ങനെയാണ്? എനിക്ക് എ എന്ന് പറയുന്ന മാട്രിക്സിൽ സർട്ടൻ റോ ഓപ്പറേഷൻസ് ചെയ്യണം. സെയിം ഓപ്പറേഷൻസ് ഞാൻ ഇവിടെ ചെയ്തു, ആ ഐഡൻറ്റിറ്റി മാട്രിക്സിനകത്ത് ചെയ്തു. എന്നിട്ട് എനിക്ക് എന്ത് കിട്ടി? ഒരു എലമെൻ്ററി മാട്രിക്സ് കിട്ടി. ആ ഒരു എലമെൻ്ററി മാട്രിക്സ് കൊണ്ട് നമുക്ക് എവനെ മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് എന്തെന്ന് കിട്ടും? ഞാൻ ഇവിടെ എയിൽ ചെയ്യാൻ വിചാരിച്ച ഓപ്പറേഷൻസ് ചെയ്താൽ നമുക്ക് ഏതൊരു മാട്രിക്സ് ആണോ കിട്ടുന്നത്, ആ ഒരു മാട്രിക്സ് കിട്ടുന്നതാണോ അറിയുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്താണ്? എലമെൻ്ററി ഓപ്പറേഷൻസിൻ്റെ പകരം എന്ത് ചെയ്താൽ മതി? സെയിം എലമെൻ്ററി ഓപ്പറേഷൻസ് ഐഡൻറ്റി മാട്രിക്സിൽ ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി? ആ ഒരു മാട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ എന്താണ്? ഇപ്പോൾ ഞാൻ എന്ത് ചെയ്തു? എനിക്ക് എൻ്റെ കയ്യിൽ എ എന്ന് പറയുന്ന ഒരു മാട്രിക്സ് ഉണ്ട്. എനിക്ക് എന്ത് ചെയ്യണം? എനെ ഇൻവേഴ്സ് കാണണം. ഞാൻ ഇതിന് വേണ്ടി ചെയ്യുന്ന ഓപ്പറേഷൻസ് ഞാൻ എന്ത് ചെയ്തു? ഐ എന്ന് പറയുന്ന മാട്രിക്സിൽ ഞാൻ എന്ത് ചെയ്തു? എ ഇൻവേഴ്സിനുള്ള ഓപ്പറേഷൻസ് ചെയ്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? ആ ഓപ്പറേഷൻസ് എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും? നമുക്ക് ഇൻവേഴ്സ് എയുടെ ഇൻവേഴ്സ് കിട്ടും എന്നാണ് പറയുന്നത്. ഞാൻ എക്സാമ്പിൾ പറഞ്ഞതാണ്. ഇതിൻ്റെ അടുത്ത തിയറം 1.9 ആണ്. എന്താ പറയുന്നത്? എവരി എലമെൻ്ററി മാട്രിക്സ് ഈസ് ഇൻവേർട്ടിബിൾ ആൻഡ് ഇൻവേഴ്സ് ഈസ് ഓൾസോ എൻ എലമെൻ്ററി മാട്രിക്സ്. എന്താ പറയുന്നത്? എല്ലാ എലമെൻ്ററി മാട്രിക്സിനും എന്താണ്? ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ഏതൊരു ഇൻവേഴ്സ് മാട്രിക്സും എന്തായിരിക്കും? ഒരു എലമെൻ്ററി മാട്രിക്സ് ആയിരിക്കും എന്നാണ് പറയുന്നത്. എന്നിട്ട് പ്രൂഫ് കൊടുത്തിട്ടുണ്ട്. ഇഫ് ഇ ഈസ് എ എലമെൻ്ററി മാട്രിക്സ് ദെൻ ഇ റിസൾട്ട് ബൈ പെർഫോമിങ് സം റോ ഓപ്പറേഷൻസ് ഓൺ ഐ. അപ്പോൾ എന്താണ്? ഐ എന്ന് പറയുന്ന ഒരു മാട്രിക്സ് ഉണ്ട്. ഈ ഒരു എലമെൻ്ററി മാട്രിക്സ് ആണെങ്കിൽ എന്താവണം? ഐയിൽ നിന്ന് സം റോ ഓപ്പറേഷൻസ് വഴിയാണ് എനിക്ക് എന്ത് കിട്ടിയിട്ടുള്ളത്? ഈ എന്ന് പറയുന്ന മാട്രിക്സ് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ ലെറ്റ് E0 ബി ദ മാട്രിക്സ് ദാറ്റ് റിസൾട്ട് വെൻ ദ ഇൻവേഴ്സ് ഓഫ് ദിസ് ഓപ്പറേഷൻസ് ഈസ് പെർഫോംഡ് ഓൺ ഐ. അതുപോലെ തന്നെ ഐയിൽ എന്താണ്? ഈ ഒരു മാട്രിക്സിൻ്റെ റിവേഴ്സ് ഓപ്പറേഷൻസ് ഒക്കെ ചെയ്തിട്ടാണ് എനിക്ക് എന്ത് കിട്ടിയിട്ടുള്ളത്? E0 എന്ന് പറയുന്ന ഒരു എന്താണ് മാട്രിക്സ് കിട്ടിയിട്ടുള്ളത്. ഇനി എന്ത് ചെയ്യുക? നമുക്ക് ആ ഒരു തിയറം 1.8, അതായത് നേരത്തെ പറഞ്ഞാൽ എങ്ങനെയാണ്? ഇപ്പോൾ എ ഇൻവേഴ്സിൽ എനിക്ക് എന്തെങ്കിലും, അതായത് എ എന്ന് പറയുന്ന മാട്രിക്സിൽ എനിക്ക് എന്താണ്? സർട്ടൻ റോ ഓപ്പറേഷൻസ് ചെയ്താൽ എനിക്ക് എന്തെന്ന് കിട്ടും? എ ഇൻവേഴ്സ് കിട്ടുമെന്ന് വിചാരിക്കും. അപ്പോൾ നമുക്ക് എ എന്ന് പറയുന്ന ഒരു മാട്രിക്സിൻ്റെ ഇൻവേഴ്സ് കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ പറ്റില്ല? റോ ഓപ്പറേഷൻസോ എലമെൻ്ററി ഓപ്പറേഷൻസോ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? എ ഇൻവേഴ്സ് കാണാൻ പറ്റില്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഐഡൻറ്റിറ്റി മാട്രിക്സിനെ എ ഐ, അതായത് എ ഐ ഈസ് ഈക്വൽ ടു എ എന്നുള്ള ആ ഒരു ഇത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്താണ്? ഓഗ്മെൻറ്റഡ് മാട്രിക്സ് പോലെ എയും ഐയും നമ്മൾ ഓഗ്മെൻറ്റഡ് മാട്രിക്സ് ആയി എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ഐ എന്ന് പറയുന്ന മാട്രിക്സിനെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഇൻവേഴ്സ് ആക്കി മാറ്റാറുണ്ട്. അതെങ്ങനെയാണ്? ഐ എന്ന് പറയുന്ന മാട്രിക്സിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? എലമെൻ്ററി ഓപ്പറേഷൻസ് ചെയ്തിട്ട് ഞാനൊരു എലമെൻ്ററി മാട്രിക്സ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇൻവേഴ്സിനെ എടുക്കുന്നത്. അതായത് എ എന്ന് പറയുന്ന മാട്രിക്സിനെ ഐഡൻറ്റി മാട്രിക്സ് ആക്കി മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇൻവേഴ്സ് മാട്രിക്സ് നമുക്ക് എങ്ങനെയായി മാറും? സെയിം ഓപ്പറേഷൻസ്, എയിൽ ചെയ്യുന്ന സെയിം ഓപ്പറേഷൻസ് ആണ് ഐയിൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് എന്താണ് കിട്ടുക? എ ഇൻവേഴ്സ് ആണ് കിട്ടുക. ഇനി ഐ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്താണ് കിട്ടുക? ഐ കിട്ടും. അപ്പോൾ അതാണ് പറയുന്നത് എന്ത്? തിയറം 1.8 പറയുന്നത് അങ്ങനെയാണ്. അപ്പോൾ അത് ആ ഒരു തിയറം ഇവിടെ അപ്ലൈ ചെയ്താൽ E0 × E ഈക്വൽ ടു നമുക്ക് എന്തെന്ന് കിട്ടും? ഐ എന്ന് കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് പറയാം എന്ത്? ഇ എന്ന് പറയുന്നത് E0ൻ്റെ ഇൻവേഴ്സാണ്, അല്ലെങ്കിൽ E0 എന്ന് പറയുന്നത് ഇൻ്റെ ഇൻവേഴ്സാണ്. അപ്പോൾ എലമെൻ്ററി മാട്രിക്സ് എന്താണ്? ഇൻവേഴ്സ് മാട്രിക്സ് ആണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരു പ്രാവശ്യം കൂടി പറയാം. ഇപ്പോൾ എല്ലാ എലമെൻ്ററി മാട്രിക്സും എന്തായിരിക്കും? അതായത് എല്ലാ എലമെൻ്ററി മാട്രിക്സിന് ഇൻവേഴ്സ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ എല്ലാ ഇൻവേഴ്സ് മാട്രിക്സും എന്താണ്? ഒരു എലമെൻ്ററി മാട്രിക്സ് ആയിരിക്കും. ഇപ്പോൾ നമ്മളിപ്പോൾ എന്താണ്? എ എന്ന് പറയുന്ന ഒരു മാട്രിക്സ് എടുത്തു. അതായത് ഇവരെ രണ്ടുപേരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതായത് ഇതുപോലെ എഴുതി നമുക്ക് ഇൻവേഴ്സ് കാണാൻ പറ്റും. അതായത് എനെ ഞാൻ സർട്ടൈൻ ഓപ്പറേഷൻസ് ചെയ്തിട്ട്
ഐ ആക്കി മാറ്റി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ സെയിം ഓപ്പറേഷൻസിൽ ഞാൻ എന്താണ് ഐഡൻറ്റി മാട്രിക്സിൽ ചെയ്യുകയാണെങ്കിൽ എനിക്ക് കിട്ടുന്ന ഒരു എലമെൻ്ററി മാട്രിക്സ് ആയിരിക്കും സർട്ടൻ ഓപ്പറേഷൻസ് ചെയ്ത് കഴിഞ്ഞാൽ. ഇവിടെ കിട്ടുന്നത് ശരിക്കും എന്താണ് നമുക്ക് കിട്ടാറ്? എ ഇൻവേഴ്സ് ആണ് കിട്ടാറ്. അപ്പോൾ നമുക്ക് ഈ ഒരു തിയറം വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഈ എലമെൻ്ററി ഓപ്പറേഷൻസ് ചെയ്താൽ എയിൽ ചെയ്യുന്ന ഓപ്പറേഷൻസ്, അതായത് ഐ എന്ന് പറയുന്ന ഒരു മാട്രിക്സിനെ എലമെൻ്ററി ഓപ്പറേഷൻസ് വഴി ഞാനൊരു മാട്രിക്സ് ഇ എന്ന് പറയുന്ന ഒരു മാട്രിക്സ് എടുത്തു. ഈ എ എന്തായിരിക്കും? എയിൽ ഞാൻ ചെയ്യുന്ന ഓപ്പറേഷൻസ് അതായത് ഐ ആയിരിക്കും എന്നാണ് ഞാൻ പറയുന്നത്. ഐ ആണ് എനിക്ക് കിട്ടുക എന്നാണ് പറയുന്നത്. സോ ഈ എലമെൻ്ററി മാട്രിക്സ് എനിക്ക് എന്താണ് യഥാർത്ഥത്തിൽ കിട്ടുന്നത്? എ ഇൻവേഴ്സ് ആണ്. എ ഇൻവേഴ്സ് ഇൻറ്റു എ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്താണ് കിട്ടുക? ഐ എന്നാണ് കിട്ടുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് ഇവിടെ ഒരു തിയറായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ഒരു സെക്ഷൻ വരുന്നത് ഡയഗണൽ matrices and triangular matrices. അതെന്താണ്? ഡയഗണൽ ആൻഡ് ട്രയാങ്കുലർ മാട്രിസസ്. അപ്പോൾ എ സ്ക്വയർ മാട്രിക്സ് ഇൻ വിച്ച് ഓൾ എൻട്രീസ് ഓഫ് എ മെയിൻ ഡയഗണൽ ആർ 0 ഈസ് കോൾഡ് എ ഡയഗണൽ മാട്രിക്സസ്. അതാണ് ഒരു ഡയഗണൽ മാട്രിക്സ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യുക? ഏറ്റവും നല്ല എക്സാമ്പിൾ ഐ ആണ്. അപ്പോൾ ഞാൻ വേണമെങ്കിൽ ഐ എന്ന് എടുക്കാം, ഐ_n². അപ്പോൾ ഇതെന്താണ്? ഇതൊരു ഡയഗണൽ മാട്രിക്സ് ആണ്. അതെന്താണ്? ഇതിനകത്ത് എന്താണ്? ഡയഗണൽ എലമെൻറ്റ്സ് അല്ലാത്ത എല്ലാ എലമെൻറ്റ്സും എന്താണ്? ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം എന്താണ്? 0 ആണ്. ദാറ്റ് ഈസ് Aij is equal to 0 when I not equal to j, then Aij not equal to 0 when I equal to j. ഇങ്ങനെയാണ് നമുക്ക് എന്ത് ഈ ഒരു ഡയഗണൽ മാട്രിക്സ് വരുന്നത്. അപ്പോൾ ഡയഗണൽ മാട്രിക്സ് എന്താണ്? ഡയഗണൽ എലമെൻറ്റ്സ് മാത്രമുള്ള ഒരു മാട്രിക്സ് ആണ് എന്ത്? ഡയഗണൽ മാട്രിക്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ്? ഇപ്പോൾ ഇതിനകത്ത് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. എ ഡയഗണൽ മാട്രിക്സ് ഇസ് ഇൻവേർട്ടിബിൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഓൾ ഇറ്റ്സ് ഡയഗണൽ എൻട്രീസ് ആർ നോൺ സീറോ. ഇൻ ദിസ് കേസ് ഇൻവേഴ്സ് ഓഫ് 1 ഈസ് എന്താണ്? ഇപ്പോൾ ഒരു മാട്രിക്സ് ഉണ്ട്. ഇപ്പോൾ അതിൻ്റെ ഇനി ഇൻവേഴ്സ്. ഇപ്പോൾ ഒരു മാട്രിക്സ് എന്താണ്? D1 D2, അതായത് ഇതെന്താണ്? ഡയഗണൽ മാട്രിക്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇപ്പോൾ ഞാൻ ഇതിനൊരു എന്ന് വിളിക്കണം. അപ്പോൾ എ ഇൻവേഴ്സ് എന്ന് പറയുന്ന മാട്രിക്സ് എങ്ങനെ ആയിരിക്കും? 1/d അതായത് 1/d1 1/d2 ബാക്കി എലമെൻറ്റ്സ് എല്ലാം 0. ഇതാണെന്ത്? ഇതിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ ഡയഗണൽ മാട്രിക്സ് ആണെങ്കിൽ ഇൻവേഴ്സ് കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആ എലമെൻറ്റ്സിൻ്റെ റെസിപ്രോക്കലുകൾ കണ്ടാൽ മതി. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പ്രോപ്പർട്ടിയും കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് എന്താണ്? ഒരു ഡയഗണൽ മാട്രിക്സ് ഉണ്ട് എ എന്ന് പറയുന്നത്. ദെൻ A⁻n എന്ന് പറഞ്ഞാൽ എന്താണ്? D1⁻n 0 ഇൻറ്റു D2⁻n ആയിരിക്കും. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഡയഗണൽ മാട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയഗണൽ എലമെൻറ്റ്സ് മാത്രമുള്ള ഒരു മാട്രിക്സ് ആണ്. ഇപ്പോൾ ഒരു ഡയഗണൽ മാട്രിക്സിൻ്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ എലമെൻറ്റ്സിൻ്റെ ഇൻവേഴ്സ്, അതായത് എലമെൻറ്റ്സിൻ്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എലമെൻറ്റ്സിൻ്റെ റെസിപ്രോക്കലുകളുടെ മാട്രിക്സ് ആണ്. അതുപോലെ തന്നെ എന്താണ്? ഒരു മാട്രിക്സ് ഉണ്ട്, അതിൻ്റെ n ഫാക്ടർ, അതായത് n ടൈംസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഒരു മാട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ സെയിം എലമെൻറ്റ്സിൻ്റെ, അതായത് ആ ഒരു നമുക്ക് എ എന്ന് പറയുന്ന മാട്രിക്സിലെ ഓരോ എലമെൻറ്റ്സിൻ്റെയും nth പവറുകളുടെ മാട്രിക്സ് ആണ്. അപ്പോൾ പഴയ 2017 അഡ്മിഷൻ, അതുപോലെ തന്നെ മുൻപത്തെ അഡ്മിഷനിലുള്ള കുട്ടികൾക്ക്, അതായത് പഴയ S4കാർക്ക് സെമസ്റ്റർ 4 ഇതുപോലത്തെ ഒരു പേപ്പർ ഉണ്ടായിരുന്നു. ഈ പേപ്പറല്ല, അതിനകത്ത് തിയറി ഓഫ് ഇക്വേഷൻസ് മാട്രിസസ് എന്നുള്ള ഒരു ബുക്കായിരുന്നു, ഒരു പേപ്പറായിരുന്നു. അപ്പോൾ ആ ഒരു പേപ്പറിനകത്തും ഇതുപോലത്തെ കൺസെപ്റ്റ് തന്നെയാണ് പഠിക്കാനുണ്ടായിരുന്നത്. ചെറിയ ഡിഫറൻസ് ഒക്കെ ഉള്ളത്. അപ്പോൾ അവിടെ ഈ ഒരു പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ വരാറുണ്ട്. ഇനി ഇവിടെ എന്താണ്? നമുക്കൊരു പ്രോബ്ലം തന്നിട്ടുണ്ട്. അപ്പോൾ പ്രോബ്ലം എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു മെത്തേഡ്, അതേ മോഡലുള്ള പ്രോബ്ലമാണ് എപ്പോഴും നമുക്ക് എക്സാമിന് ചോദിക്കുക. 1 - 3 2 ഡയഗണൽ മാട്രിക്സ് ആണ്. ബാക്കി എല്ലാ എലമെൻറ്റ്സും 0 ആണ്. സോ എനിക്ക് പറഞ്ഞിട്ടുള്ള എന്താണ്? എ ഇൻവേഴ്സ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മാട്രിക്സിൻ്റെ എ ഇൻവേഴ്സ് കാണാമെന്ന് പറഞ്ഞാൽ എന്താണ്? 1. അത് അടുത്ത എന്താണോ? ഇവിടെ 0 0. അതുപോലെ തന്നെ ഈ -3യുടെ ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ എന്ത് വരും? 1/-3 എന്ന് വരും. അതുപോലെ തന്നെ അടുത്ത എലമെൻറ്റ് 0, അടുത്തത് 0 0. ഇനി 2ൻ്റെ ഇൻവേഴ്സ് 1/2 എന്ന് വരും. ഇതാണ് എന്ത്? എയുടെ ഇൻവേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഇതേപോലെ തന്നെ എന്താണ്? ഒരു പ്രോപ്പർട്ടിയും കൂടി നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്? A⁻⁵. അതുപോലെ നമുക്ക്
a⁵ ഒന്ന് കണ്ടു നോക്കാം. എന്ത് വരും? 1⁵5 1 ആണ്, ബാക്കിയൊക്കെ 0 0. ഇനി എന്താണ് -3⁵5 എന്ന് പറഞ്ഞാൽ എന്താണ്? -3⁵5 എന്ന് പറയുമ്പോൾ എന്ത് വരും? -3⁴ ഇൻറ്റു -3 എന്ന് വരും. അപ്പോൾ എന്ത് വരും നമുക്ക്? -3⁴ എന്ന് പറഞ്ഞാൽ 81 എന്ന് വരും. 81 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 243 വരും. അപ്പോൾ -243 0, അതുപോലെ 0 0 അടുത്ത് 2⁵5 എന്ന് പറഞ്ഞാൽ എത്ര വരും നമുക്ക്? 32 എന്ന് വരും. 2⁵32. അപ്പോൾ ഇതാണ് എന്ത് എനിക്ക് a⁵ എന്ന് പറയുന്ന അല്ലെങ്കിൽ a⁵5 എന്ന് പറയുന്ന ഒരു മാട്രിക്സ്. അപ്പോൾ ഇത്തരം കാര്യം മനസ്സിലായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ a ഇൻവേഴ്സ് ഓഫ് 5 ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ റെസിപ്രോക്കൽ കണ്ടാൽ മതി. അടുത്തത് A² matrix in all entries above the main diagonal are 0 called a lower triangular matrix. അപ്പോൾ എന്താണ് നമുക്ക് ഞാനിവിടെ ലോവർ ട്രയാങ്കുലർ മാട്രിക്സിനെ L എന്നും അപ്പർ ട്രയാങ്കുലർ മാട്രിക്സിനെ U എന്നും എടുക്കുകയാണ്. അപ്പോൾ നമുക്കിത് ഒരുപാട് കേസിൽ എന്താണ് ഈ ഒരു ഡിനോഷൻ ഇനി ആവശ്യം വരും. അതായത് നമുക്കിപ്പോൾ മാട്രിക്സിനെ നമ്മളെപ്പോഴും എന്താണ് ക്യാപിറ്റൽ ലെറ്റേഴ്സ് കൊണ്ടല്ലേ ഡിനോട്ട് ചെയ്ത് പോകുന്നത്. അതുപോലെ തന്നെ ഇൻവേഴ്സ് I, അതുപോലെ നമുക്ക് ഇവിടെ ഒരുപാട് ലെറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ലോവർ ട്രയാങ്കുലർ മാട്രിക്സ് എന്ന് പറഞ്ഞാൽ അതിനെ ഞാൻ L എന്നും അതുപോലെ അപ്പർ ട്രയാങ്കുലർ മാട്രിക്സിനെ U എന്നും എടുക്കുകയാണ്. അപ്പോൾ എപ്പോൾ U L കണ്ടാൽ എന്താണ് ഈ മാട്രിക്സിൻ്റെ ഒരു കേസിൽ അതെന്താണ് ലോവർ ട്രയാങ്കുലർ മാട്രിക്സ് ആണ്. അതുപോലെ തന്നെ U എന്ന് പറഞ്ഞാൽ അപ്പർ ട്രയാങ്കുലർ മാട്രിക്സ് ആണ്. ഇനി ലോവർ ട്രയാങ്കുലർ മാട്രിക്സിൻ്റെ ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ക്വയർ മാട്രിക്സ് വിച്ച് ഓൾ എൻട്രീസ് അബോവ് ദ മെയിൻ ഡയഗണൽ ആർ 0. എന്താണ്? മെയിൻ ഡയഗണലിൻ്റെ മേലുള്ള എല്ലാ എലമെൻസും എന്തായിരിക്കും? 0 ആയിരിക്കും. അതേപോലെ തന്നെ ഇനി ലോവർ ട്രയാങ്കുലർ മാട്രിക്സ് ഇതാണ് എന്ത് നമ്മുടെ ലോവർ ട്രയാങ്കുലർ മാട്രിക്സ് എന്ന് പറയുന്നത്. അപ്പർ ട്രയാങ്കുലർ മാട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ക്വയർ മാട്രിക്സ് വിച്ച് ഓൾ എൻട്രീസ് ബിലോ ദ മെയിൻ ഡയഗണൽ ആർ 0. എന്താണ് ഒരു സ്ക്വയർ മാട്രിക്സിൻ്റെ മെയിൻ ഡയഗണലിലെ താഴെയുള്ള എലമെൻസ് എല്ലാം എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ L എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ എഴുതാം? Aij not equal to 0 when I less than j എന്ന് പറയാം. ലെസ് ദാൻ ഓർ ഈക്വൽ ടു. അതുപോലെ തന്നെ Aij is equal to 0 when I greater than j എന്ന് പറയാം. ഇനി അപ്പർ ട്രയാങ്കുലർ മാട്രിക്സ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? U എന്നുള്ള മാട്രിക്സിനെ നമുക്ക് എങ്ങനെ പറയാം? Aij എന്തായിരിക്കും? താഴെയുള്ള എലമെൻറ്റ്സ്, അതായത് അപ്പർ ട്രയാങ്കുലർ മാട്രിക്സ് എന്ന് പറയുമ്പോൾ ലോവർ എലമെൻറ്റ്സ് എല്ലാം എന്തായിരിക്കും? 0 ആയിരിക്കും. അതായത് Aij is equal to 0 when എന്താണ്? I less than j ആയിരിക്കും. ദെൻ if Aij not equal to 0 then I greater than or equal to j. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ചില ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഇങ്ങനെയാണ് കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ഇത് നമുക്ക് എന്താണ് പ്രോബ്ലം ചെയ്യുമ്പോൾ യൂസ്ഫുൾ ആയിരിക്കും. ഈ ലോവർ ട്രയാങ്കിൾ മാട്രിക്സ് അതുപോലെ തന്നെ അപ്പർ ട്രയാങ്കുലർ മാട്രിക്സ് ഒക്കെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ആവശ്യം വരും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഡയഗണൽ മാട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയഗണൽ എലമെൻറ്റ്സ് മാത്രമുള്ളത്. ട്രയാങ്കുലർ മാട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രയാങ്കുലർ എലമെൻറ്റ്സ് എന്താ? ഒന്നെങ്കിൽ അപ്പർ ട്രയാങ്കുലർ മാട്രിക്സ് ആയിരിക്കും, അതല്ലാന്നുണ്ടെങ്കിൽ ലോവർ ട്രയാങ്കുലർ മാട്രിക്സ് ആയിരിക്കും. അതിനാണ് നമ്മൾ ട്രയാങ്കുലർ മാട്രിക്സ് എന്ന് പറയുന്നത്. അതിൽ തന്നെ അപ്പർ ട്രയാങ്കുലർ മാട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയഗണലും മെയിൻ ഡയഗണലും അതിൻ്റെ മേലുള്ള എലമെൻസും എക്സിസ്റ്റ് ചെയ്യും, ബാക്കിയെല്ലാം 0 ആയിരിക്കും. ഇനി ലോവർ ട്രയാങ്കുലർ മാട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മെയിൻ ഡയഗണലിൻ്റെ താഴെയുള്ള എലമെൻസ് ഉണ്ടാവും, മെയിൻ ഡയഗണലിൽ ഉണ്ടാവും. അതുപോലെ തന്നെ മേലത്തെ എലമെൻസ് മാത്രം മെയിൻ ഡയഗണലിൻ്റെ മേലുള്ള എലമെൻസ് എന്തായിരിക്കും? 0 ആയിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ട്രയാങ്കുലർ മാട്രിക്സിനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഡയഗണൽ മാട്രിക്സ് എന്ന് വിളിക്കാൻ എന്താണ്? ലോവർ എലമെൻറ്റ്സ് അതുപോലെ തന്നെ അപ്പർ എലമെൻറ്റ്സും എല്ലാം 0 ആണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ എന്തെന്ന് വിളിക്കാം? ഒരു ഡയഗണൽ മാട്രിക്സ് ആണെന്ന് വിളിക്കാം. അടുത്ത് പറയുന്നത് എന്താണ്? റോ എക്കലോൺ ഫോം എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആണ്, ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ എടുത്ത് നോക്കുക. അപ്പോൾ അതിനകത്ത് കാണുന്ന കാര്യങ്ങൾ തിരഞ്ഞെടുത്ത് നോക്കി പഠിക്കുക. അപ്പോൾ റോ എക്കലോൺ ഫോം എന്താണെന്നാണ് ഇവർ പറയുന്നത്. ഒബ്സർവ് ദാറ്റ് ഓൾ സ്ക്വയർ മാട്രിക്സ് ഇൻ റോ എക്കലോൺ ഫോം ഈസ് അപ്പർ ട്രയാങ്കുലർ സിൻസ് ഇറ്റ് ഹാസ് 0 ബിലോ ദി മെയിൻ ഡയഗണൽ.
എന്താണ് നമ്മൾ എലമെൻ്ററി ഓപ്പറേഷൻസ് വഴി നമുക്കൊരു എന്ത് കിട്ടിയിട്ടുണ്ട്, റോയ് കാലൻ മെട്രിക്സ് കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം, റോയ് കിലോൺ ഫോം എന്ന് വിളിക്കാം. അപ്പോൾ ഈ റോയ് കിലോൺ ഫോം എന്ന് പറഞ്ഞാൽ എന്താണ്, അതിലെ മെയിൻ ഡയഗണലിൻ്റെ താഴെയുള്ള എല്ലാ എലമെൻറ്റ്സും എന്തായിരിക്കും, 0 ആയിരിക്കും. ബാക്കിയുള്ള എലമെൻറ്റ്സ് ഒക്കെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ അതൊരു അപ്പർ ട്രയാങ്കുലർ മാട്രിക്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ റോയ് കിലോൺ ഫോം എന്താണെന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ അപ്പർ ട്രയാങ്കുലർ മാട്രിക്സ് എന്താണ്, അപ്പർ ട്രയാങ്കുലർ മാട്രിക്സ് എന്താണ്, ഒരു റോയ് കിലോൺ ഫോം ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. ഇനി അടുത്ത തിയറം 1.10 വരുന്നുണ്ട്. എന്താണെന്ന് നോക്കാം. ദ ട്രാൻസ്പോസ് ഓഫ് എ ലോവർ ട്രയാങ്കുലർ മാട്രിക്സ് ഈസ് അപ്പർ ട്രയാങ്കുലർ. എന്താണ്, എല്ലിൻ്റെ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, യു ആയിരിക്കും. ആൻഡ് ദി ട്രാൻസ്പോസ് ഓഫ് യു ഈസ് ഈക്വൽ ടു എൽ ആയിരിക്കും. അപ്പോൾ എൽ ട്രാൻസ്പോസ് യു ആയിരിക്കും, യു ട്രാൻസ്പോസ് എൽ ആയിരിക്കും. അപ്പോൾ ഇത് എല്ലും യു എന്നും പറഞ്ഞ് പഠിച്ചാൽ മതി, അതാ കുറച്ചും കൂടി നന്നാവുക. ദ പ്രോഡക്റ്റ് ഓഫ് ടു ലോവർ ട്രയാങ്കുലർ മാട്രിക്സസ് ഇസ് ലോവർ ട്രയാങ്കുലർ ആൻഡ് ദി പ്രോഡക്റ്റ് ഓഫ് അപ്പർ ട്രയാങ്കുലർ മാട്രിക്സസ് അപ്പർ ട്രയാങ്കുലർ. അടുത്ത എന്താണ്, എൽ ഇൻറ്റു എൽ എന്ന് പറഞ്ഞാൽ നമുക്കൊരു എൽ ആണ് കിട്ടുന്നത്. അതുപോലെ യു ഇൻറ്റു യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ആണ് കിട്ടുന്നതെന്നാണ് പറയുന്നത്. ഈ ഒരു ഇതൊക്കെ ആവശ്യം യൂസ്ഫുൾ ആയിരിക്കും നമുക്ക്. അതായത് പ്രോബ്ലം ചെയ്യുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ യൂസ്ഫുൾ, എത്രത്തോളം ഇതൊക്കെ യൂസ്ഫുൾ ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുക. അതുപോലെ തന്നെ ട്രയാങ്കുലർ മാട്രിക്സ് ഇസ് ഇൻവേർട്ടിബിൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദ ഡയഗണൽ എൻട്രീസ് ആർ ഓൾ നോൺ സീറോ. അതുപോലെ തന്നെ ഒരു ട്രയാങ്കുലർ മാട്രിക്സ് എന്താണ്, ട്രയാങ്കുലർ മാട്രിക്സ് ഇൻവേർട്ടിബിൾ ആവണമെന്നുണ്ടെങ്കിൽ എന്താണ്, അപ്പോൾ അതിന് ഇൻവേഴ്സ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എന്താ പറയുന്നത്, അതിൽ ഡയഗണൽ എലമെൻറ്റ്സ് എന്താണ്, എല്ലാ എലമെൻറ്റ്സും നോൺ സീറോ ആയിരിക്കണം. അതുപോലെ തന്നെ അടുത്തൊരു പോയിന്റ് പറയുന്നത് ഇൻവേഴ്സ് ഓഫ് എ ലോവർ ട്രയാങ്കുലർ മാട്രിക്സ്, അതായത് എൽ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, എൽ ഇൻവേഴ്സ്, ദ ഇൻവേഴ്സ് ഓഫ് എ ലോവർ ട്രയാങ്കുലർ മാട്രിക്സ് ഈസ് ലോവർ ട്രയാങ്കുലർ. എൽ ഇൻവേഴ്സ് എന്തായിരിക്കും, അതൊരു എൽ മാട്രിക്സ് ആയിരിക്കും. അതായത് ഞാൻ ഈ എൽ ഇൻവേഴ്സ് ഈസിക്കൽ ടു എൽ എന്നല്ല പറയുന്നത്, ലോവർ ട്രയാങ്കുലർ മാട്രിക്സിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഒരു ലോവർ ട്രയാങ്കുലർ മാട്രിക്സ് ആയിരിക്കും. അതുപോലെ തന്നെ ഇൻവേഴ്സ് ഓഫ് എ ഇൻവേർട്ടിബിൾ അപ്പർ ട്രയാങ്കുലർ മാട്രിക്സ് ഈസ് അപ്പർ ട്രയാങ്കുലർ. അതായത് എന്താണ്, ഒരു അപ്പർ ട്രയാങ്കുലർ മാട്രിക്സിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, അതൊരു അപ്പർ ട്രയാങ്കുലർ മാട്രിക്സ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തൊക്കെ നമ്മൾ പറഞ്ഞു, ലോവർ ട്രയാങ്കുലർ മാട്രിക്സ് എന്താണെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ മെയിൻ ഈ ഡയഗണൽ മാട്രിക്സ് എന്താണെന്ന് പറഞ്ഞു, ട്രയാങ്കുലർ മാട്രിക്സ് എന്താണെന്ന് പറഞ്ഞു, അപ്പോൾ ട്രയാങ്കുലർ മാട്രിക്സ് എന്താണെന്ന് പറഞ്ഞു. ഇനി അതിൽ 4 പോയിന്റ്സ് നമ്മൾ പറഞ്ഞു. എന്തൊക്കെയാണ്, എൽ ട്രാൻസ്പോസ് എടുത്താൽ എനിക്ക് യു കിട്ടും, യു ട്രാൻസ്പോസ് എടുത്താൽ എനിക്ക് എൽ കിട്ടും എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എന്താണ്, എൽ ഇൻറ്റു എൽ ഇസ് ഈക്വൽ ടു നമുക്കൊരു എൽ മാട്രിക്സ് ആയിരിക്കും. അതുപോലെ തന്നെ ഇവിടെ എൽ ഇൻറ്റു എൽ എന്ന് പറഞ്ഞാൽ എൽ എന്നാണ് എല്ലാം ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു ലോ ട്രയാങ്കുലർ മാട്രിക്സ് ഇൻറ്റു സെയിം ലോ ട്രയാങ്കുലർ മാട്രിക്സ് ചെയ്താൽ എനിക്ക് എന്തെന്ന് കിട്ടും, സെയിം മാട്രിക്സ് കിട്ടുന്നല്ല പറയുന്നത്. ലോവർ ട്രയാങ്കുലർ മാട്രിക്സ് 1 ഇൻറ്റു ലോവർ ട്രയാങ്കുലർ മാട്രിക്സ് 2 എന്ന് പറഞ്ഞാൽ എനിക്ക് എന്താണെന്ന് കിട്ടും, ഒരു തേർഡ് ലോവർ ട്രയാങ്കുലർ മാട്രിക്സ് ആണ് കിട്ടുക. അതുപോലെ തന്നെ ഒരു അപ്പർ ട്രയാങ്കുലർ മാട്രിക്സ് ഇൻറ്റു ഒരു അപ്പർ ട്രയാങ്കുലർ മാട്രിക്സ് ചെയ്താൽ എനിക്ക് എന്തെന്ന് കിട്ടുക, മൂന്നാമത്തെ കിട്ടുന്നത് എന്തായിരിക്കും, പ്രോഡക്റ്റായിട്ട് കിട്ടുന്നത് ഒരു അപ്പർ ട്രയാങ്കുലർ മാട്രിക്സ് ആയിരിക്കും കിട്ടുന്നത്. അതുപോലെ തന്നെ എല്ലിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ലോവർ ട്രയാങ്കുലർ മാട്രിക്സ് ആയിരിക്കും. അതുപോലെ തന്നെ അപ്പർ ട്രയാങ്കുലർ മാട്രിക്സിൻ്റെ ഇൻവേഴ്സ് ഒരു അപ്പർ ട്രയാങ്കുലർ മാട്രിക്സ് ആയിരിക്കും. അതുപോലെ തന്നെ ഒരു ട്രയാങ്കുലർ മാട്രിക്സ് എന്തായിരിക്കണം, ഇൻവേർട്ടിബിൾ ആവണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ ഡയഗണൽ എലമെൻറ്റ്സും എന്തായിരിക്കണം, നോൺ സീറോ ആയിരിക്കണം. വെൻ ഐ ഈക്വൽ ടു ജെ എന്താണ്, അങ്ങനെ പറയാം, ഐ ജെ നോട്ട് ഈക്വൽ ടു 0 വെൻ ഐ ഈക്വൽ ടു ജെ ദെൻ ഓൺലി എ ട്രയാങ്കുലർ മാട്രിക്സ് ഈസ് ഇൻവേർട്ടിബിൾ. ഒരു ട്രയാങ്കുലർ മാട്രിക്സ് ഇൻവേഴ്സ് കാണണമെന്നുണ്ടെങ്കിൽ മെയിൻ ഡയഗണലിൽ എല്ലാ എലമെൻറ്റ്സും എന്തായിരിക്കണം, നോൺ സീറോ എലമെൻറ്റ്സ് ആയിരിക്കണം. അതാണ്. അപ്പോൾ നമുക്ക് എ എന്ന് പറഞ്ഞൊരു മാട്രിക്സ് തന്നിട്ടുണ്ട്. 1 3 -1 0 2 4 0 0 5. അതേപോലെ തന്നെ ബി എന്ന് പറഞ്ഞൊരു മാട്രിക്സ് തന്നിട്ടുണ്ട്. 3 -2 2 0 0 1 -1 ആണ് 0 0 1. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ വെച്ച് പറയുന്നത് എന്താണ്, ഇപ്പോൾ ഇതിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് എന്താണ്, നമുക്കിവിടെ ക്യാൻസൽ ചെയ്ത് കളയാം. ഈ ഒരു റോ ഇതിൽ നിന്ന് ക്യാൻസൽ ചെയ്ത് പോകും ശരിക്കും പറഞ്ഞാൽ. സോ ഇപ്പോൾ ബി എന്ന് പറയുന്നത് എന്താണ്, ബി എന്ന് പറയുന്ന ഒരു മാട്രിക്സ് നമുക്ക് എന്താണ്, ഈ സ്ക്വയർ മാട്രിക്സ് അല്ല. ഇപ്പോൾ
അതുപോലെ തന്നെ ഇവരിപ്പോൾ പറയുന്നത് ഇതിനകത്ത് എ ഇൻവേഴ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ പക്ഷേ ബി ഇൻവേഴ്സ് ഉണ്ടാവില്ല, അതായത് ബി ഇൻവേർട്ടിബിൾ അല്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ എ ബി ആൻഡ് ബി, അതായത് എ ഇൻറ്റു ബിയും ബി ഇൻറ്റു എയും എന്താണ് അപ്പർ ട്രയാങ്കുലർ മാട്രിക്സ് ആണ്. അപ്പോൾ ഇത് തന്നിട്ടുള്ള തിയറം അനുസരിച്ച് എന്താണ് അപ്പർ ട്രയാങ്കുലർ മാട്രിക്സ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ ഒരു ലാസ്റ്റ് റോ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഇതിനകത്ത് നിന്ന് എന്താണ് എ ഇൻറ്റു ബി കാണാൻ പറ്റില്ല, ബി ഇൻറ്റു എ കാണാൻ പറ്റും. പക്ഷേ ഇപ്പോൾ കാൽക്കുലേറ്ററിൽ ഇപ്പോൾ ജസ്റ്റ് എന്താണ് ക്യാൻസൽ ചെയ്യാതെ നമ്മളിപ്പോൾ പ്രോഡക്റ്റ് കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും, രണ്ട് മാട്രിക്സ് എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 -2 -2 0 0 2 അതുപോലെ 0 0 5 എന്നാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ ഇനി ബി എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ബി ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 3 5 -1 0 0 -5 ആൻഡ് 0 0 5 എന്ന് കിട്ടും. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ഇപ്പോൾ ഡയഗണൽ മാട്രിക്സ്, അതായത് ലോവർ ട്രയാങ്കുലർ മാട്രിക്സോ അതുപോലെ അപ്പർ ട്രയാങ്കുലർ മാട്രിക്സോ ഇനി ഡയഗണൽ മാട്രിക്സ്, അതായത് ഏതൊരു ട്രയാങ്കുലർ മാട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഡയഗണൽ എലമെൻസിൻ്റെ പ്രോഡക്റ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു മാട്രിക്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എ ബി സി ഡയഗണൽ എലമെൻറ്റ്സ് മാത്രമേ ഉള്ളൂ, അതല്ല ലോ ട്രയാങ്കുലർ ഓർ അപ്പർ ട്രയാങ്കുലർ മാട്രിക്സ് ആണെങ്കിൽ അതിൻ്റെ ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, എ ഇൻറ്റു ബി ഇൻറ്റു സി എന്നായിരിക്കും. അപ്പോൾ നമ്മൾ അവിടെ എന്താണ് ട്രേസ് പഠിച്ചു. ട്രേസ് എന്തായിരുന്നു, ഇവരുടെ സമ്മായിരുന്നു. ഇപ്പോൾ ഡിറ്റർമിനൻ്റ്, ഒരു ട്രയാങ്കുലർ മാട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് എന്താണ്, ഡയഗണൽ എലമെൻസിൻ്റെ പ്രോഡക്റ്റ് ആണ്. മറ്റേതെന്താണ്, ഡിറ്റർമിനൻ്റ് എന്ന് പറഞ്ഞാൽ സം ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ്, ഇതാണ് ഡയഗണൽ എൻട്രീസിൻ്റെ സമ്മാണ്. ഇവിടെ ഡയഗണൽ എൻട്രീസിൻ്റെ പ്രോഡക്റ്റ് ആണ് ഡിറ്റർമിനൻ്റ്, അവിടെ എന്തുകൊണ്ടാണ് ട്രേസ്. അപ്പോൾ ഡയഗണൽ എലമെൻറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് അത് ഇത് വെച്ച് തിയറൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതിനകത്ത് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനിലൊക്കെ ഇത് യൂസ്ഫുൾ ആയിരിക്കും. അടുത്ത് പറയുന്നത് എന്താണ്, സിമ്മാട്രിക് മാട്രിക്സ്. സിമ്മാട്രിക് മാട്രിക്സ് ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. സിമ്മാട്രിക് അതുപോലെ തന്നെ സ്ക്യൂ സിമ്മാട്രിക്കും. അപ്പോൾ ഇവിടെ എന്താണ്, ഇപ്പോൾ എ സെഡ് ടു ബി എ സ്ക്വയർ മാട്രിക്സ്, അതായത് എ എന്ന് പറയുന്നത് എന്താണ്, ഒരു എൻ സ്ക്വയർ മാട്രിക്സ് ആണ്. എന്താണ് സിമ്മാട്രിക് ആണെന്നുണ്ടെങ്കിൽ എ ഈസ് ഈക്വൽ ടു, കണ്ടീഷൻ എന്താണ്, എ ഈസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് ആയിരിക്കണം. പറയുന്നത് എന്താണ്, ഓൾ ഡയഗണൽ മാട്രിക്സ് ആർ സിമ്മാട്രിക് എന്ന് പറയുന്നുണ്ട്. എന്താണ്, എല്ലാ ഡയഗണൽ മാട്രിക്സും എന്താണ് സിമ്മാട്രിക് മാട്രിക്സ് ആണെന്നാണ് പറയുന്നത്. അതായത് ഡയഗണൽ മാട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡയഗണൽ എൻട്രീസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൻ്റെ എന്താണ് ലോ ട്രയാങ്കുലറും അതുപോലെ തന്നെ അപ്പർ ട്രയാങ്കുലറും എന്തായിരിക്കും, കംപ്ലീറ്റ് സീറോസ് ആയിരിക്കും. അപ്പോൾ അത് സിമ്മാട്രിക് മാട്രിക്സ് ആണ്. ഇനി അതുപോലെ തന്നെ സിമ്മാട്രിക് മാട്രിക്സിൻ്റെ പ്രോപ്പർട്ടീസ് വരുന്നുണ്ട്. അപ്പോൾ എ ഈസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഒരു മാട്രിക്സ് സിമ്മാട്രിക് ആണെന്ന് പറയാം. ഇഫ് എ ആൻഡ് ബി ആർ സിമ്മാട്രിക് മാട്രിക്സസ് വിത്ത് സെയിം സൈസ്, ഇഫ് കേസ് ഇസ് എനി സ്കെയിലർ, ദെൻ എന്താണ് എ ട്രാൻസ്പോസ് ഈസ് സിമ്മാട്രിക്. എ ട്രാൻസ്പോസ് എന്താണ് സിമ്മാട്രിക് ആണെന്ന് പറയുന്നുണ്ട്. എ സിമ്മാട്രിക് ആണെങ്കിൽ എ ഒരു എൻ സ്ക്വയർ മാട്രിക്സ് ആണ്. അപ്പോൾ അതിൻ്റെ എ ട്രാൻസ്പോസ് എന്തായിരിക്കും, അതിൻ്റെ ട്രാൻസ്പോസ് സിമ്മെട്രിക് ആയിരിക്കും. അതുപോലെ തന്നെ എ പ്ലസ് ബി ആൻഡ് എ മൈനസ് ബി എന്തായിരിക്കും, എ പ്ലസ് ബി എ മൈനസ് ബി എന്താ സിമ്മെട്രിക് ആയിരിക്കും. അതുപോലെ തന്നെ കെ ഇൻറ്റു എ എന്നുള്ളത് എന്തായിരിക്കും, സിമ്മെട്രിക് ആയിരിക്കും. ഇനി രണ്ട് തിയറം വരുന്നുണ്ട്. അതായത് പ്രോഡക്റ്റ് ഓഫ് സിമ്മെട്രിക് മാട്രിസസ് ഈസ് സിമ്മെട്രിക് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദി മാട്രിസസ് കമ്മ്യൂട്ട്. അതായത് ഇപ്പോൾ എ ഒരു മാട്രിക്സ് ആണ്, എ ഒരു മാട്രിക്സ് ആണ്, ബി ഒരു മാട്രിക്സ് ആണ്. അതെന്താണ് നമുക്ക് പറയാം, എ ട്രാൻസ്പോസ് ഉണ്ട്, അതുപോലെ തന്നെ ബി ട്രാൻസ്പോസ് വെച്ചാൽ രണ്ടും എന്താണ് സിമ്മാട്രിക് മാട്രിക്സ് ആണ്. ഇപ്പോൾ എ ഈസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് ആണ്, ബി ഈക്വൽ ടു ബി ട്രാൻസ്പോസ് ആണ്. ഇനി അവരുടെ പ്രോഡക്റ്റ്, അതായത് എ ബി സിമ്മാട്രിക് ആവണമെന്നുണ്ടെങ്കിൽ എന്താ പറയുന്നത്, അവർ കമ്മ്യൂട്ടേറ്റീവ് ആണെന്നാണ് പറയുന്നത്. എ ഇൻറ്റു ബി ഈസ് ഈക്വൽ ടു ബി ഇൻറ്റു എ എന്നാവണം. അപ്പോൾ അതിൻ്റെ പ്രൂഫ് വരുന്നുണ്ട്. ലെറ്റ് എ ആൻഡ് ബി ആർ സിമ്മെട്രിക്, അതായത് എ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം, എ ട്രാൻസ്പോസ്, ആൻഡ് ബി ഈസ് ഈക്വൽ ടു ബി ട്രാൻസ്പോസ്. എയും ബിയും എന്താണ് സിമ്മെട്രിക് മാട്രിസസ് ആണ് വിത്ത് സെയിം സൈസ്. ദെൻ ഇറ്റ് ഫോളോസ് ദാറ്റ് ദ റിസൾട്ട് നമുക്ക് എ ഇൻറ്റു ബി നമുക്ക് എന്താണ് പ്രോഡക്റ്റ് സിമ്മെട്രിക് ആവണമെങ്കിൽ കമ്മ്യൂട്ടേറ്റിവിറ്റി പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണമെന്നാണ് പറയുന്നത്. സോ നമുക്ക് എന്താണ് ഇവരുടെ പ്രോഡക്റ്റ്, ഇപ്പോൾ എ ഇൻറ്റു ബി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, എ എന്ന് പറഞ്ഞാൽ എ ട്രാൻസ്പോസ് ആണ്, അതുപോലെ തന്നെ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ട്രാൻസ്പോസ് ആണ്. പക്ഷേ എ ട്രാൻസ്പോസ് ഇൻറ്റു ബി ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എന്താണത്, ബി എ ദ ഹോൾ ട്രാൻസ്പോസ് ആണ്.
ഇനി നമുക്ക് വേണ്ടത് എ ബി. അപ്പോൾ നമുക്ക് അവരുടെ പ്രോഡക്റ്റ് സിമെട്രിക് കർവാണ് വേണ്ടത്. ഇപ്പോൾ ഞാൻ അതിൻ്റെ പ്രോഡക്റ്റ് എ ബിയുടെ പ്രോഡക്റ്റ് എന്താണ്, ബി എയുടെ പ്രോഡക്റ്റ്, അതായത് ബി ഇൻറ്റു ഏതാ ഹോൾ ട്രാൻസ്പോസ് ആണ്. സോ ഇനി ഞാൻ എ ബിയുടെ ട്രാൻസ്പോസ് കാണും. അപ്പോൾ ഞാൻ ഈ രണ്ട് സൈഡിലും ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ എന്തെന്ന് കിട്ടും, എനിക്ക് ബി എന്ന് കിട്ടും. അതായത് ട്രാൻസ്പോസ് ക്യാൻസൽ ചെയ്ത് പോകും റൈറ്റ് സൈഡിൽ നിന്ന്. നമ്മളെന്ത് ചെയ്ത് ആദ്യം എ രണ്ട് മെട്രിക്സ് ഉണ്ട്, എ ആൻഡ് ബി. അപ്പോൾ അതെന്താണ്, സിമ്മെട്രിക് മെട്രിസസ് ആണ്. അപ്പോൾ അവരുടെ പ്രോഡക്റ്റ് എന്താണ്, രണ്ട് സിമ്മെട്രിക് മെട്രിസസിൻ്റെ പ്രോഡക്റ്റ് സിമ്മെട്രിക് ആണെന്നുണ്ടെങ്കിൽ എന്താ പറയുന്നത്, കണ്ടീഷൻ ഇതാണ്, കമ്മ്യൂട്ടേറ്റീവ്, അതായത് മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആവണമെന്നാണ്. സോ എന്താണ്, ഞാൻ രണ്ട് മെട്രിക്സ് എടുത്തു, അപ്പോൾ അവരെന്താണ്, സിമ്മെട്രിക് ആണ്. സോ എ ഈസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ്, അതുപോലെ തന്നെ ബി ഈസ് ഈക്വൽ ടു ബി ട്രാൻസ്പോസ് എന്ന് എഴുതി. എന്താണ്, എ ഇൻറ്റു ബി, അവരുടെ പ്രോഡക്റ്റ് കണ്ടപ്പോൾ എന്താണ്, എ ഈസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ്, അതുപോലെ തന്നെ ബി ഈക്വൽ ടു ബി ട്രാൻസ്പോസ് എന്നുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ബി എ ട്രാൻസ്പോസ് ഇൻറ്റു ബി ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം, ബി ഏത് ഹോൾ ട്രാൻസ്പോസ് എന്ന് എഴുതാം. പിന്നെ ഇനി പ്രോഡക്റ്റിൻ്റെ ട്രാൻസ്പോസ് എന്താ എടുത്തപ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടി, എ ബി ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു, നമുക്ക് എന്താണ്, ഇവിടെയും ട്രാൻസ്പോസ് എടുക്കുമ്പോൾ നമുക്ക് എന്താവും, എ ബി ദ ഹോൾ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു ബി എ എന്ന് കിട്ടും. ഇവിടെ നിന്ന് എന്താണ്, നമുക്കിങ്ങനെ പറയാം, എ ബിയുടെ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ ബി എ ആണ്, അതുപോലെ തന്നെ ബി എയുടെ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ ബി എ ആണ്. അപ്പോൾ ഇങ്ങനെ ആണെന്നുണ്ടെങ്കിൽ എന്താവണം, ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ ആൻഡ് എ ബി ഈസ് ഈക്വൽ ടു എന്തായിരിക്കണം, ബി എ എന്നായിരിക്കണം. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തത് ജനറലായിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്. ഇപ്പോൾ ഓരോ മാട്രിക്സ് ഉണ്ട്, ഏതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഡയഗണൽ മാട്രിക്സ്. എന്താ പറയുന്നത്, ഒരു മാട്രിക്സ് എന്താണ്, എ ഇവിടെ എന്താണ്, സി ഇവിടെ ഒരു 0 കൊടുത്ത് ബാക്കിയൊക്കെ എന്താണ് 0 എലമെൻറ്റ്സ് ആണ്. ഇപ്പോൾ നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി മാട്രിക്സ് എന്താണ് നമുക്ക് പറയാം, സിമ്മെട്രിക് മാട്രിക്സ് ആണെന്ന് പറയാം. ഐഡൻറ്റിറ്റി മാട്രിക്സ് എന്താണ്, അപ്പോൾ അത് ഇൻവേർട്ടിബിൾ ആണ്. അപ്പോൾ അതിൻ്റെ ഇൻവേഴ്സ് ഡയഗണൽ മാട്രിക്സ്, അതായത് ഐഡൻറ്റിറ്റി മാട്രിക്സ് പോലത്തെ ഡയഗണൽ മാട്രിക്സ് എന്താണ്, ഡയഗണൽ എലമെൻറ്റ്സ് മാത്രമുള്ള മാട്രിക്സിൻ്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു റെസിപ്രോക്കൽ മാട്രിക്സ് ആയിരിക്കും വരുന്നത്, അല്ലെങ്കിൽ എലമെൻറ്റ്സിൻ്റെ റെസിപ്രോക്കൽസിൻ്റെ ഒരു മാട്രിക്സ് ആയിരിക്കും വരുന്നത്. ഇവിടെ പറയുന്നത് ഒരു സിമ്മെട്രിക് മാട്രിക്സ് എന്താണ്, നോട്ട് ബി ഇൻവേർട്ടിബിൾ. ഫോർ എക്സാമ്പിൾ സിമ്മെട്രിക് മാട്രിക്സ് ആണെങ്കിൽ എന്താണ്, അത് ഇൻവേർട്ടിബിൾ ആവണമെന്നില്ല, പക്ഷേ എന്താണ്, ഇപ്പോൾ പറഞ്ഞിട്ടുള്ളൊരു എക്സാമ്പിൾ, ഒരു ഡയഗണൽ മാട്രിക്സ് എന്നിട്ട് അതിൽ എന്താണ് ഒരു 0 എലമെൻ്റ് ഉണ്ട്. ഇതെന്താണ്, സിമ്മെട്രിക് ആയതുകൊണ്ട് ഇപ്പോൾ ഇതെന്താണ്, എ ഈസ് ഈക്വൽ ടു നമുക്ക് പറയാം എ ട്രാൻസ്പോസ്. പക്ഷെ എന്താണ്, ഇതിന് ഇൻവേഴ്സ് ഇല്ല, അതായത് ഒരു എലമെൻറ്റ് 0 ആയതുകൊണ്ട് എന്താണ്, ഈ ഒരു മാട്രിക്സിന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ബട്ട് ഇഫ് ദ സിമ്മെട്രിക് മാട്രിക്സ് ഹാപ്പൻസ് ടു ഇൻവേർട്ടിബിൾ ദെൻ ഇറ്റ്സ് ഇൻവേഴ്സ് മസ്റ്റ് ഓൾസോ ബി സിമ്മെട്രിക്. അപ്പോൾ എന്താണ്, ഇപ്പോൾ ഒരു മാട്രിക്സ് ഉണ്ട്, അപ്പോൾ അതിന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അതായത് എ ഇൻറ്റു എ ഇൻവേഴ്സ് ഈക്വൽ ടു ഐ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം എന്താണ്, എ ഇൻവേഴ്സ് ഓൾസോ സിമ്മെട്രിക് ആണെന്ന് പറയാം. അപ്പോൾ എന്താ പറയുന്നത്, ഒരു മാട്രിക്സ് എന്താണ് സിമ്മെട്രിക് ആയതുകൊണ്ട് അത് ഇൻവേർട്ടിബിൾ ആവണമെന്നില്ല. ഇനിയിപ്പോൾ ഇൻവേർട്ടിബിൾ ആണെന്നുണ്ടെങ്കിൽ ആ ഇൻവേഴ്സ് എന്തായിരിക്കും, സിമ്മെട്രിക് ആയിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഇനി ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂടുതൽ സുഹൃത്തുക്കളൊക്കെ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.